നമസ്കാരം. ഏപ്രിൽ 9 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നണികൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇടതുമുന്നണിയുടെ നായകനും മുഖ്യമന്ത്രിയുമായ ശ്രീ പിണറായി വിജയനാണ് ഈ സന്ദർഭത്തിൽ മീഡിയ വണ്ണിനൊപ്പം ചേരുന്നത്. സ്വാഗതം. ഏപ്രിൽ 9 തിരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ വളരെ പെട്ടെന്നായി. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആവശ്യത്തിന് സമയം കിട്ടുമോ? തെരഞ്ഞെടുപ്പിന് പ്രചരണത്തിനുള്ള സമയം കുറവ് തന്നെയായിരിക്കും. പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ പിന്നെ അതനുസരിച്ച് കാര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതാണല്ലോ രാഷ്ട്രീയ പാർട്ടികൾക്ക് ചെയ്യാനുള്ളത്. അതിനനുസരിച്ച് കാര്യങ്ങൾ നീക്കുകയാണ്. അതെ. അതിലിപ്പോൾ LDFനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ താനൂർ ഉൾപ്പെടെ ചില മണ്ഡലങ്ങളിൽ, മലപ്പുറത്തെ ചില മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ ഫൈനലൈസ് ചെയ്തിട്ടില്ല. അതിപ്പോൾ അത് ഒരു പ്രായോഗികമായ ബുദ്ധിമുട്ടായി മാറില്ലല്ലോ, അല്ലേ? ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. പെട്ടെന്ന് തന്നെ സ്ഥാനാർത്ഥികൾ വരും. ഓക്കെ. ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവിടെ സ്ഥാനാർത്ഥി നിർണയം കുറച്ച് അലമ്പായി. അതിൽ പല വിധത്തിലുള്ള തർക്കങ്ങളും ഒക്കെ വന്നു. അത് കുറച്ച് നീണ്ടുപോയി. പക്ഷെ ഇപ്പോൾ ഫൈനലി അവർ ഗോതയിലെത്തി. അത് അവിടെ ഉണ്ടായിട്ടുള്ള ഈ അധികാര തർക്കങ്ങളും മറ്റും ഒരു രാഷ്ട്രീയമായി മുതലെടുക്കാൻ LDF ശ്രമിക്കുമോ? അല്ല, അത് എത്ര കണ്ട് രാഷ്ട്രീയ മുതലെടുപ്പിൻ്റെ ഭാഗമായിട്ട് വരുമെന്നുള്ളത് ഇനിയുള്ള ദിവസങ്ങളിലാണ് കണ്ടറിയേണ്ടത്. കാരണം പല തർക്കങ്ങളും പരിഹരിച്ചു പോകുമല്ലോ. തർക്കമായി നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടുള്ള മാറ്റങ്ങളുണ്ടാവും. പരിഹരിച്ചതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. സാധാരണ നിലക്ക് പരിഹരിച്ചു കഴിഞ്ഞാൽ മറ്റ് പ്രശ്നങ്ങളുണ്ടാവില്ലല്ലോ. രാവിലെ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ കേട്ടു, കെ സുധാകരൻ അങ്ങനെ ഒരു നിലപാടെടുത്തത് നന്നായി, അദ്ദേഹം പാർട്ടിയെ അനുസരിച്ചു എന്നത് സാധാരണഗതിയിൽ നല്ല കാര്യമാണെന്ന് CM പറയുന്നത് കേട്ടു. അല്ല, അതൊരു പാർട്ടി നേതാവ് എന്ന നിലക്ക് അദ്ദേഹത്തിൻ്റെ നിലപാടിനെ പറ്റി ഞാൻ പറഞ്ഞതാണ്. അതാണ് ഉണ്ടായത്. മറ്റായിരുന്നല്ലോ പ്രചരണങ്ങൾ ഉണ്ടായിരുന്നത്. അതെ. ഇപ്പോൾ ധർമ്മടത്ത് 3-ാം തവണയാണ് മത്സരത്തിന് ഇറങ്ങുന്നത്. ആദ്യ തവണ 35,000-ൽ പരം ഭൂരിപക്ഷമായിരുന്നു. രണ്ടാമതായപ്പോൾ അത് 50,000-ൽ പരമായി. ഇത്തവണ എത്ര ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നുണ്ട്? അത് ജനങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമല്ലേ. ഏതായാലും ജനങ്ങൾ നല്ല നിലയിൽ തന്നെ സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ അനുഭവം. അത് എത്ര എന്നുള്ളത് പിന്നീട് തീരുമാനിക്കേണ്ട കാര്യമാണ്. എന്തായാലും 21-നേക്കാൾ കൂടുതലായിരിക്കും. വേറെ ഒരു അസ്വീകാര്യത ഇതേവരെ എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. നല്ല രീതിയിലുള്ള പിന്തുണ തന്നെയാണ് ഇവിടെയുള്ള ജനങ്ങൾ നൽകി വരുന്നത്. ഇവിടെ എത്ര ദിവസം പ്രചാരണം ഉണ്ടാവും? വളരെ ചുരുക്കം ദിവസങ്ങളെ പ്രചരണത്തിനെടുക്കാൻ സാധിക്കും. കാരണം നാളെ രാത്രി ഞാൻ പോയാൽ പിന്നെ മറ്റ് ജില്ലകളിലാണ്. അത് കഴിഞ്ഞ് ഇവിടെ മണ്ഡലത്തിൽ വരുന്നത് 4-ാം തീയതി തൊട്ടാണ്. അപ്പോൾ 4, 5, 6, 3 ദിവസമാണ് മണ്ഡലത്തിൽ സാധാരണ നിലക്ക് ഉണ്ടാവുക. അത് 7-ാം തീയതി എന്ന് പറയുന്നത് കൊട്ടിക്കലാശത്തിൻ്റെ ദിവസമാണ്. അത് മറ്റൊന്നും നടക്കില്ല. അപ്പോൾ അങ്ങനെ അത്രയും പരിമിതമായ ദിവസങ്ങളെ ഇവിടെ ചെലവഴിക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ഒരു പരിമിതി ഉണ്ടെന്ന് ജനങ്ങൾക്കറിയാം, വോട്ടർമാർക്കും അറിയാം. അതൊരു പ്രയാസമായിട്ട് അവർ സാധാരണ കണക്കാക്കാറില്ല. എൻ്റെ പരിമിതി അവർ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ 2 മന്ത്രിസഭകളെ നയിച്ചു. അതിൽ ഏത് ഊഴമാണ് വ്യക്തിപരമായി കൂടുതൽ തൃപ്തി നൽകിയത്? 2 ഊഴവും നല്ല തൃപ്തികരമായ ഊഴം തന്നെയാണ്. നല്ല നിലക്ക് മന്ത്രിമാരെല്ലാവരും സഹകരിച്ചിട്ടുണ്ട്. വളരെ ഫലപ്രദമായി പ്രവർത്തിച്ചിട്ടുണ്ട്. കാര്യങ്ങൾക്ക് നേതൃത്വപരമായി പങ്കുവഹിച്ചിട്ടുണ്ട്. ഓരോ ഘട്ടത്തിലും ഉയർന്നു വന്ന പ്രശ്നങ്ങളിൽ ശരിയായ രീതിയിൽ ഇടപെടാൻ അവർ സന്നദ്ധരായിട്ടുണ്ട്. രണ്ടും നല്ല അനുഭവം തന്നെയാണ്. രണ്ടാമത്തെ മന്ത്രിസഭയിൽ താരതമ്യേന പ്രായം കുറഞ്ഞവരായിരുന്നു കൂടുതൽ. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസമുണ്ടായിരുന്നോ? വ്യത്യാസമുണ്ടായിട്ടില്ല. നല്ല പക്വതയോടെ അവർ പല കാര്യങ്ങളിലും നിർവഹിക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. ആരും പുറകോട്ട് പോയിട്ടില്ല. അതാണ് നേരത്തെ നമ്മൾ നല്ല മികവോടെ ചില വകുപ്പുകൾ കൈകാര്യം ചെയ്ത് അതിന് പകരമാകുമോ എന്നൊരു സംശയം പലരും പ്രകടിപ്പിച്ചിരുന്നല്ലോ. എന്നാൽ അത്തരം വകുപ്പുകളിലൊക്കെ നല്ല മികവോടെ തന്നെ പിന്നീട് വന്നവരും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ അഭിപ്രായവും പൊതുവായിട്ട് വരുന്നതായിട്ട് കാണാൻ നമുക്ക് കഴിയില്ല. അത് മറ്റേ കാലത്ത് നിന്ന് വ്യത്യസ്തമായി ഇത് പുറകോട്ട് പോയി എന്ന തരത്തിലുള്ള അഭിപ്രായം പിന്നീട് വന്നിട്ടില്ല. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഒരു സന്ദർഭത്തിൽ പറഞ്ഞത് ഏറ്റവും ഒരു ദുർബലമായ മന്ത്രിസഭ ഇതായിരുന്നു എന്ന് പറഞ്ഞു. അതായത് കഴിഞ്ഞ തവണത്തെ 2016 മന്ത്രിസഭ പോലും ഇതിലും ഭേദമായിരുന്നു എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കമന്റ് ഉണ്ടായിരുന്നു. അത് അദ്ദേഹം രാഷ്ട്രീയമായി പറയുന്നൊരു കാര്യം മാത്രമാണ്. അത് എൻ്റെ വസ്തുതയില്ല. യെസ്. ഇപ്പോൾ 10 വർഷം കൊണ്ട് ജനോപകാരപ്രദമായ ഒരുപാട് പദ്ധതികൾ നടപ്പാക്കി. പലതും ജനങ്ങൾ വലിയ സ്വീകാര്യതയോടെ എടുത്തു. അതുമാത്രമല്ല
ക്ഷേമ പെൻഷനായാലും 2500 എന്നതായിരുന്നു വാഗ്ദാനം എങ്കിലും 2000 വരെ എത്തിക്കാൻ കഴിഞ്ഞു. അങ്ങനെയെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ഇതെല്ലാം തന്നെ ഒരുപക്ഷെ ഒരു 10 വർഷം കൊണ്ട് ഒരു സർക്കാരിനുണ്ടാകുമായിരുന്ന ഒരു ഭരണവിരുദ്ധ വികാരത്തെ മറികടക്കാൻ സഹായിക്കുമെന്ന് CM കരുതുന്നുണ്ടോ? നമ്മൾ കേരളത്തിൽ നിഷ്പക്ഷമായൊരു പര്യടനം ആളുകൾ നടത്തിയാൽ, ആളുകളെ ബന്ധപ്പെടുക, കുടുംബങ്ങളെ ബന്ധപ്പെട്ട് പോയാൽ ഈ ഭരണവിരുദ്ധ വികാരം എന്ന ഒരു കാര്യം ഇവിടെ നിലനിൽക്കുന്നില്ല എന്ന് കാണാൻ കഴിയും. അതിനിടയാക്കിയിട്ടുള്ളത് ജനങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ഒട്ടേറെ കാര്യങ്ങൾ നടപ്പാക്കാൻ ഗവൺമെൻറ് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭരണത്തിനെതിരായൊരു വികാരം പൊതുവെ നിലനിൽക്കുന്നില്ല. എല്ലാവരും പൊതുവിൽ സംതൃപ്തി പ്രകടിപ്പിക്കുന്ന അവസ്ഥയാണുള്ളത്. പല രീതിയിലുള്ള ബന്ധപ്പെടലുകൾ കുടുംബങ്ങളുമായി, വ്യക്തികളുമായി നടത്തുമ്പോഴൊക്കെ ഈ ഒരു പ്രതികരണമാണ് ലഭിക്കുന്നത്. നല്ല പിന്തുണ ജനങ്ങളിൽ നിന്നുണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഭരണരംഗത്ത് മികവും അതേസമയം രാഷ്ട്രീയമായി ചില വിയോജിപ്പുകളുമുള്ള ആളുകളും ഉണ്ട് എന്ന് തോന്നുന്നുണ്ടോ CM-ന്? എങ്ങനെ? ഭരണരംഗത്ത് ഈ സർക്കാരിൻ്റെ മികവിനെ അംഗീകരിക്കുമ്പോഴും അല്ല, അതുണ്ടാവും. ഭരണരംഗത്തുള്ള മികവിനെ അംഗീകരിക്കുമ്പോൾ തന്നെ രാഷ്ട്രീയമായി വിയോജിപ്പുള്ളവരുണ്ടാവും. പക്ഷേ രാഷ്ട്രീയമായി വിയോജിപ്പുള്ളവരും ഈ രംഗം ശരിയായി അംഗീകരിക്കുന്നുണ്ട്. മാത്രമല്ല, കേരളത്തിൻ്റെ മുന്നോട്ട് പോക്കിന് LDF ഒഴിച്ചുകൂടാത്തതാണ് എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് പലരും എത്തുന്നുണ്ട്. അതിനിടയാക്കുന്നതും അവരുടെ അനുഭവമാണ്. ഇപ്പോൾ നമ്മുടെ കേരളം അഴിമതി ഏറ്റവും കുറഞ്ഞ ഒരു സംസ്ഥാനമാണ്. അത് ഇന്ത്യ ഗവൺമെൻറ് തന്നെ കണക്കാക്കുന്നത്. ആ ഒരു രീതിയിലേക്ക് കേരളം ഉയർന്നത് എന്തുകൊണ്ടാണ്? അത് LDF ഭരണത്തിലുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അവിടെയാണ് LDFൻ്റെ ഒരു സംസ്കാരത്തിൻ്റെ പ്രശ്നം വരുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നല്ലതുപോലെ LDFനാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക എന്നത് ജനങ്ങൾ പൊതുവിൽ കാണുന്നുണ്ട്. രാഷ്ട്രീയമായി ഞങ്ങളോടൊപ്പം അല്ലാത്തവരും ആ കാര്യം കാണുന്നുണ്ട്. ഇപ്പോൾ 2016 ഭരണം അവസാനിച്ച ഘട്ടത്തിൽ ഒരു തുടർ ഭരണത്തിന് വേണ്ടി ജനങ്ങളെ സമീപിക്കുമ്പോൾ ആ സമയം നമുക്കറിയാം കോവിഡിൻ്റെ കാലഘട്ടം അല്ലെങ്കിൽ ഒരു പ്രളയം, ഇതിനെയൊക്കെ നമ്മൾ നേരിട്ട് മുന്നോട്ട് വന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ജനങ്ങളോട് എടുത്തു പറയേണ്ട ആവശ്യമുണ്ടായി എന്ന് തോന്നുന്നില്ല ഈ സർക്കാരിൻ്റെ മികവുകൾ. പക്ഷേ ഇത്തവണ സർക്കാരിൻ്റെ മികവുകൾ എന്തൊക്കെയാണെന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് ധാരാളം പരസ്യങ്ങൾ നൽകുന്ന ഒരു സ്ഥിതി വന്നു. അതൊരു ആത്മവിശ്വാസക്കുറവിൻ്റെ പ്രശ്നമാണോ CM? ഇല്ല, പറയാൻ ഒരുപാട് കാര്യങ്ങളുള്ളപ്പോൾ ആ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കണമല്ലോ. 10 വർഷത്തെ അനുഭവം നമ്മൾ ഓർക്കണമല്ലോ. 2021 നമ്മൾ ഏതെല്ലാം തരത്തിലുള്ള പ്രചരണങ്ങൾ ഇവിടെ അഴിച്ചു വിട്ടിരുന്നു. ഭയങ്കര പ്രചരണമായിരുന്നില്ലേ? പക്ഷേ ആ പ്രചരണങ്ങളല്ലല്ലോ ജനങ്ങൾ സ്വീകരിച്ചത്. ജനങ്ങൾ അന്തിമ വിധികർത്താക്കളാണ്. അപ്പോൾ അവരുടെ അനുഭവമാണ് അവരുടെ വിധിക്ക് ആധാരമായിട്ട് വരുന്നത്. നാട്ടിൽ നടക്കുന്ന പ്രചരണങ്ങളെല്ലാം എന്താണ്? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ അനുഭവം. എന്നാൽ പ്രചരണങ്ങളിലൂടെ തെറ്റിദ്ധരിപ്പിക്കാനാകുമോ എന്ന് സ്വാഭാവികമായി ശ്രമിക്കും. ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ പ്രൊഫഷണൽ ഏജൻസികൾ ഇതിനുണ്ട്. രാഷ്ട്രീയ എതിരാളികൾ ആ പ്രൊഫഷണൽ ഏജൻസികൾ നിശ്ചയിക്കുകയാണ്. അതിലുള്ള ഒരു പ്രത്യേകത, വലിയ തോതിൽ പണം ചെലവഴിച്ച് നിശ്ചയിക്കേണ്ടതാണ് ഈ ഏജൻസികൾ. അതിന് ഇഷ്ടംപോലെ പണം കയ്യിലുണ്ട് എന്നുള്ളത് കൊണ്ട് അത് നിശ്ചയിക്കുന്ന അവസ്ഥയാണ് കാണുന്നത്. അപ്പോൾ അവർക്കാണെങ്കിലോ എന്താണ് പ്രൊഫഷണലിസം? പ്രൊഫഷണലിസത്തിൻ്റെ ഭാഗമായി ഗവൺമെൻറ് ചെയ്ത തെറ്റായ കാര്യങ്ങളല്ലേ അവതരിപ്പിക്കേണ്ടത്. അത് തെറ്റായ കാര്യങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് അവതരിപ്പിക്കാനൊന്നുമില്ല. അപ്പോൾ പിന്നെ ഗവൺമെൻറ്റിനെ കരിവാരി തേക്കാൻ എങ്ങനെയൊക്കെ സാധിക്കും? അതിന് വസ്തുതകളില്ലെങ്കിൽ പിന്നെ കൃത്രിമമായിട്ട് സൃഷ്ടിക്കണം. അങ്ങനെയുള്ള നുണക്കഥകളും പ്രചരിപ്പിക്കപ്പെടുകയാണ് വലിയ തോതിൽ. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ സംഭവിക്കുകയാണ്. അതിന് സോഷ്യൽ മീഡിയയും വല്ലാതെ ഉപയോഗിക്കുന്നുണ്ട്. ഓരോ സെക്ടറിലേക്കും സന്ദേശങ്ങൾ അയച്ച് അവരുടെ ഒരു മസ്തിഷ്ക പ്രക്ഷാളനം നടത്താൻ പറ്റുമെന്ന് നോക്കുന്ന അവസ്ഥയും നിലനിൽക്കുന്നുണ്ട്. അതൊക്കെ പുതിയ കാലത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മറുവശത്ത് ഈ പരസ്യങ്ങൾ ഇങ്ങനെ ഒരുപാട് വരുമ്പോൾ സർക്കാരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിഷമകരമായ സാമ്പത്തികാവസ്ഥയിലും ഇങ്ങനെ തൂർത്ത് നടത്തുകയാണെന്നൊക്കെ ജനങ്ങൾ ചിന്തിച്ചാൽ, അത് നമ്മുടെ 2016 ഞങ്ങൾ അധികാരത്തിൽ വരുന്നത്. ആ 2016 തെരഞ്ഞെടുപ്പിൽ UDF നടത്തിയ പരസ്യം എത്രയായിരുന്നു നോക്കിയാൽ മതി. അതുവരെ അതിനെപ്പറ്റി നോക്കിയാൽ ഞങ്ങളധികം പരസ്യവും നടത്തില്ല, അത് അന്നേരം ബോധ്യമാവും. അതാണ് സർക്കാരിൻ്റെ പരസ്യങ്ങൾ എപ്പോഴും നടത്തുമല്ലോ, അത് മാത്രമേ ഉള്ളൂ. തീർച്ചയായും. ഇപ്പോൾ 2021
രണ്ട് ഊഴം കഴിഞ്ഞ MLA-മാരെ വീണ്ടും മത്സരിപ്പിക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് വന്നു. അങ്ങനെ ഒരു സമീപനം എടുത്തു. പക്ഷെ ഇത്തവണ അതിൽ ഇളവ് വരുത്തി ഏതാണ്ട് ഒരു 17 പേരൊക്കെ വീണ്ടും മത്സരിക്കുന്നുണ്ട്. 2 ഊഴം കഴിഞ്ഞിട്ടും മത്സരിക്കുന്നുണ്ട്. അപ്പോൾ അന്നെടുത്ത സമീപനം പാളിപ്പോയി എന്ന് തോന്നിയത് കൊണ്ടാണോ ഈ മാറ്റം? അതല്ല, അതിപ്പോഴും നിലനിൽക്കുന്ന നിലപാടാണ്. 2020 എല്ലാ തെരഞ്ഞെടുപ്പുകളിലും, കഴിഞ്ഞ തവണ മാത്രമല്ല, എല്ലാ തെരഞ്ഞെടുപ്പിലും 2 ഊഴം പൂർത്തിയാക്കിയവരെ ഒഴിവാക്കുക എന്നുള്ളതാണ് പൊതുവായ നിലപാട്. എന്നാൽ ആ മണ്ഡലത്തിൻ്റെ വിജയസാധ്യതയ്ക്ക് ഈ സ്ഥാനാർത്ഥിയാണ് കൂടുതൽ നല്ലത്. അല്ലെങ്കിൽ ചില പ്രശ്നങ്ങൾ വരാനിടയുണ്ട്. പുതിയ സ്ഥാനാർത്ഥി വന്ന് പരിചയപ്പെടുത്തി അങ്ങനെ പോകുന്നത് ചിലപ്പോൾ പ്രയാസങ്ങൾ ഉണ്ടാക്കാനിടയുണ്ട് എന്നൊരു തോന്നലുണ്ടായാൽ അവിടെ പുതിയൊരു സ്ഥാനാർത്ഥിയല്ല, ഈ നിലവിലുള്ളിയാൾ തുടരട്ടെ എന്ന നിലപാടെടുക്കാറുണ്ട്. അങ്ങനെ ഈ തെരഞ്ഞെടുപ്പിൽ ചിലപ്പോൾ കുറച്ചധികം വന്നിട്ടുണ്ടാവുമെന്ന് മാത്രം. അതാണ് വസ്തുത. അതെ, അങ്ങനെ കൂടുതൽ വരുന്നത് ഇപ്പോൾ MLA-മാരുടെ ജനപ്രിയത തന്നെ മുതലെടുക്കണം. അതാണ് ഏറ്റവും നല്ലത്, ഏറ്റവും നല്ല ഘടകം തെരഞ്ഞെടുപ്പിൽ അതായിരിക്കുമെന്ന് വിലയിരുത്തിയതിൻ്റെ അടിസ്ഥാനം. അതായത് അവിടെ ഒരു പുതിയ ആൾ വന്ന് പരിചയപ്പെടുത്തുന്നതിനേക്കാളും അദ്ദേഹം നല്ല പ്രവർത്തനം നടത്തി നല്ല അംഗീകാരം അവിടെ നിൽക്കുന്നുണ്ട്. ജയത്തിന് അതാണ് കൂടുതൽ ഗുണകരം എന്ന് കാണുന്നതുകൊണ്ട് ആ നിലപാട് എടുത്തു. പക്ഷെ അത് പിന്നീട് ഒരു പ്രീസിഡൻസായി മാറില്ലേ, ഒരു കീഴ്വഴക്കമായിട്ട്. ഇപ്പം ഇനി അതൊരു അവകാശവാദമായി പാർട്ടിയിൽ പിന്നീട് ഉയർന്നു വരും. മണ്ഡലത്തെക്കുറിച്ചുള്ള ഞങ്ങളുടെ വിലയിരുത്തലുണ്ട്. മണ്ഡലത്തിൻ്റെ വിജയസാധ്യത വെച്ചുകൊണ്ടാണ് ആ വിലയിരുത്തൽ. ഇപ്പോൾ വിജയസാധ്യത എല്ലാ തരത്തിലും ഉള്ളൊരു മണ്ഡലമാണെങ്കിൽ ഈ പറയുന്ന നിലപാടെടുക്കില്ല, അവിടെ ആളെ മാറ്റി തന്നെ നിശ്ചയിക്കും. അങ്ങനെ നിശ്ചയിച്ചതാണ് KK ശൈലജ. അങ്ങനെ നിശ്ചയിച്ചതാണ് ഷംസീർ. KK ശൈലജ. അതെ, നിങ്ങളൊരു പേര് പറഞ്ഞു, ഞാൻ മറ്റൊരു പേര് പറഞ്ഞു മാത്രമേ ഉള്ളൂ. KK ശൈലജയും ഷംസീറും ഒക്കെ ആ ഗണത്തിൽപ്പെട്ടതാണ്. ശൈലജയ്ക്ക് വേറൊരു സീറ്റുണ്ട്, ഷംസീറിന് സീറ്റും ഇല്ല. പക്ഷേ അത് ഇതിൻ്റെ ഭാഗമായിട്ട് നിശ്ചയിച്ചാണ്. സാധാരണ നിലക്ക് ഷംസീറിൻ്റെ പെർഫോമൻസ് വെച്ചാൽ നല്ല രീതിയിൽ വീണ്ടും ആലോചിക്കാവുന്നൊരു പേര് തന്നെയാണ്. പക്ഷേ നല്ലത് എങ്ങനെയും ജയിച്ചു വരാവുന്നൊരു മണ്ഡലമാണെന്നുള്ളത് കൊണ്ട് ആ മണ്ഡലത്തിൽ വേറൊരാളാകട്ടെ എന്ന് നിശ്ചയിച്ചു. പക്ഷേ ഒരു വനിതാ സ്ഥാനാർത്ഥി എന്ന നിലയിൽ KK ശൈലജ നിയമസഭയിൽ വേണം. അതിന് അവർക്കൊരു ഉറച്ച സീറ്റ് കൊടുക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ സ്ത്രീകളെ കൂടുതലായി നിയമസഭയിൽ എത്തിക്കുക എന്നതും കൂടി ഇടത് നയമാണല്ലോ. ആ നിലയ്ക്ക് അവർക്ക് ഉറച്ച സീറ്റ് തന്നെ നൽകേണ്ടതായിരുന്നില്ലേ? അങ്ങനെ ഞങ്ങൾ ആലോചിക്കാറില്ല. ഞങ്ങൾ ആലോചിക്കുന്നത് എപ്പോഴും ഒരു മണ്ഡലത്തിൻ്റെ സാധ്യത നോക്കിയിട്ട് മണ്ഡലത്തിൽ ആര് നിന്നാലും ജയിക്കാവുന്നൊരു മണ്ഡലം എന്ന നിലക്കുണ്ടായാൽ അതിന് പറ്റിയ ഒരാളെ നിശ്ചയിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ശൈലജ ടീച്ചർ മത്സരിച്ച മണ്ഡലം മട്ടന്നൂരാണ്. ആ മട്ടന്നൂർ മണ്ഡലത്തിൽ അവിടെ ഇപ്പോൾ സനോജ് DYFIയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. DYFIയുടെ ഒരു ചെറുപ്പക്കാരുടെ ഒരു പ്രാതിനിധ്യം എന്ന നിലക്ക് കൂടിയാണ് ആ സ്ഥാനാർത്ഥിത്വം വരുന്നത്. അത് അദ്ദേഹത്തിൻ്റെ മണ്ഡലം കൂടിയാണ്. അങ്ങനെ ആ സ്ഥാനാർത്ഥി ആവട്ടെ എന്ന് നിശ്ചയിക്കുന്ന രീതിയാണുണ്ടായത്. എന്നാൽ അതേസമയം പേരാവൂർ നേരത്തെ നല്ല രീതിയിൽ ശൈലജ ടീച്ചർ മത്സരിച്ച മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ മത്സരിക്കുന്നതായിരിക്കും നന്നാവുക എന്നും ഞങ്ങൾ കണ്ടു. അതാണ് അതിൻ്റെ ഭാഗം. ശൈലജ ടീച്ചർ പേരാവൂരിൽ ജയിച്ചു വരുമെന്ന് തീർച്ചയായും ഒരു സംശയമില്ല, ജയിച്ചു തന്നെ. സണ്ണി ജോസഫാണ് എതിരാളി. അതെ, അത് സാരമൊന്നുമില്ല, സാരമുള്ള കാര്യമല്ല. ഓക്കെ, ഇപ്പോൾ CM ഇതിനോടൊപ്പം തന്നെ ചോദിക്കാനുള്ള കാര്യം, ഇപ്പോൾ പയ്യന്നൂർ എന്ന പോലെ തന്നെ പയ്യന്നൂരും തളിപ്പറമ്പ് 2 മണ്ഡലങ്ങളിലും CPM-ൽ നിന്ന് വിട്ടുപോയ 2 പ്രധാന നേതാക്കളാണ് ഇപ്പോൾ UDF സ്ഥാനാർത്ഥികളായിട്ട് വരുന്നത്. അപ്പോൾ അത് സത്യത്തിൽ അവർ സ്ഥാനാർത്ഥികളാവുന്നു എന്നതിനോടൊപ്പം തന്നെ അവർ ഒരുപാട് വിഷയങ്ങൾ ഉയർത്തിയാണ് രംഗത്ത് വരുന്നത്. ഇപ്പോൾ പയ്യന്നൂരിലാണെങ്കിൽ ഫണ്ട് തിരിമറി എന്ന വിഷയം, അതുപോലെ തന്നെ തളിപ്പറമ്പിലാണെങ്കിൽ ഈ നെപ്പോട്ടിസം എന്ന് പറയാവുന്ന സ്വന്തം ഭാര്യയ്ക്ക് തന്നെ സീറ്റ് കൊടുക്കുന്നു എന്നുള്ളത്. ഇതൊക്കെ കണ്ടിട്ടും CM പ്രതികരിക്കാതിരുന്നു എന്നൊരു കാര്യവും കൂടി TK ഗോവിന്ദൻ പറയുകയുണ്ടായി. അപ്പോൾ ഇത്തരം വിഷയങ്ങളിൽ എന്ത് നിലപാടെടുക്കണം എന്നാണ് CM-ൻ്റെ അഭിപ്രായം? പയ്യന്നൂരിലെ പാർട്ടി എന്ന് പറയുന്നത് ഞങ്ങളുടെ വളരെ വലിയ ട്രഡീഷനുള്ളൊരു പാർട്ടിയാണ്. പഴയ നേതാക്കന്മാരെ എടുത്താൽ സഖാവ് AB, പിന്നെ ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട നേതാവ് P കുഞ്ഞിരാമൻ, അതെ, പിന്നെ കണ്ണൻ നായർ, സുബ്രഹ്മണ്യ ഷേണായി, ഇങ്ങനെയുള്ള അധികായന്മാർ നേതൃത്വം കൊടുത്ത ഒരു പാർട്ടിയാണ്. അതിൽ കുഞ്ഞിരാമണ്ണനെ പറ്റിയൊക്കെ പറയുന്നൊരു കഥ തന്നെയുണ്ട്. ഒരു കണക്കിലൊരു കാശ് ബാക്കിയായി പോയാൽ അതിന് ഒരു കാർഡ് അയക്കുമെന്ന്. കാർഡിന് അതിനേക്കാളും പൈസയുണ്ട്. പക്ഷേ കാർഡ് അയച്ച് ആ പൈസ കൊണ്ട് വരണമെന്ന് പറയുന്ന അത്രയും ചിട്ട പാലിച്ച ആൾക്കാരുണ്ടായൊരു നാടാണത്. അപ്പോൾ അവരുടെ എല്ലാം പാരമ്പര്യം ഉൾക്കൊള്ളുന്നൊരു പാർട്ടിയാണ് അവിടെ ഉണ്ടായത്. പിന്നെ ആ പാരമ്പര്യത്തിൻ്റെ ഭാഗമായിട്ടാണ് പിന്നീടുള്ളവരും പ്രവർത്തിച്ച് വന്നിട്ടുള്ളത്. വളരെ കരുത്തുറ്റ സംഘടനയാണ്. അതിൻ്റെ ഭാഗമായി ഒട്ടേറെ
നല്ല പ്രവർത്തനങ്ങൾ അവിടെ കാഴ്ചവെച്ചിട്ടുമുണ്ട്. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ധനപരമായ ഒരു അപഹരണമോ മറ്റു കാര്യങ്ങളോ നടന്നില്ല എന്നത് പാർട്ടിക്ക് പൂർണ്ണ ബോധ്യമുള്ള കാര്യമാണ്. അത് പാർട്ടി വളരെ വിശദമായി പരിശോധിച്ച് ബോധ്യപ്പെട്ട കാര്യമാണ്. അതിൽ പാർട്ടി ജില്ലാ നേതൃത്വമാണ് പരിശോധിച്ചത്. അവർ അത് വ്യക്തമായി രേഖപ്പെടുത്തിയ കാര്യമാണ്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് സാധാരണ പരിധി വിട്ട് പ്രവർത്തിക്കാൻ തയ്യാറായി എന്നതാണ് കുഞ്ഞികൃഷ്ണൻ്റെ ഭാഗത്തുണ്ടായ പെശക്. കുഞ്ഞികൃഷ്ണൻ അതിൽ വളരെ വ്യക്തിപരമായി നീങ്ങുന്ന അവസ്ഥയുണ്ടായി. ഒരു വിരോധപരമായ നിലപാട് സ്വീകരിച്ച് നീങ്ങുന്ന നിലയുണ്ടായി. ഒരുതരം വൈരനിര്യാതന ബുദ്ധി കാണിക്കുന്ന നിലയും കുഞ്ഞികൃഷ്ണൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അതിനോടൊപ്പം പാർട്ടിക്ക് നിൽക്കാൻ കഴിയുമായിരുന്നില്ല. അത് ശരിയല്ല എന്ന് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. കുഞ്ഞികൃഷ്ണനെ തിരുത്തിക്കാൻ ശ്രമിച്ചു. ആ തിരുത്തലിന് വിധേയനാക്കി. അതിനുശേഷം വീണ്ടും പാർട്ടിയിൽ തിരിച്ചു കൊണ്ടുവന്ന് നല്ല രീതിയിൽ കുഞ്ഞികൃഷ്ണനെ അംഗീകരിച്ച് പാർട്ടിയോടൊപ്പം നിർത്താനാണ് പാർട്ടി ശ്രമിച്ചത്. പാർട്ടി എപ്പോഴും ഒരു അമ്മയെപ്പോലെയാണ്. ഈ ഒരു സഖാവിന് എന്തെങ്കിലും ഒരു വീഴ്ച പറ്റിയാൽ പുറന്തള്ളിക്കളയാലല്ല, അയാളെ തിരുത്താൻ വേണ്ടി ശ്രമിക്കും. അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കും. അതൊക്കെ കുഞ്ഞികൃഷ്ണൻ്റെ കാര്യത്തിൽ സ്വീകരിച്ചതാണ്. പക്ഷേ കുഞ്ഞികൃഷ്ണൻ്റെ വൈരനിര്യാതന ബുദ്ധി അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് സംഘടനാ ബോധത്തെ ആകെ കീഴ്പ്പെടുത്തി കളഞ്ഞു, അട്ടിമറിച്ച് കളഞ്ഞു. ആ വൈരനിര്യാതന ബുദ്ധിയാണ് വലിയ തോതിൽ ഉയർന്നു നിന്നത്. അതിൻ്റെ ഭാഗമായി പാർട്ടി ശത്രുക്കളുടെ കയ്യിലെ കോടാലിയായി മാറാൻ തീരുമാനിച്ചു. അതാണിപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഒരു കാര്യം ഉറപ്പാണ്, ഇങ്ങനെ ശത്രുവിൻ്റെ കയ്യിലെ കോടാലിയായി മാറിയിട്ട് പാർട്ടിക്ക് എന്തെങ്കിലും പരിക്കേൽപ്പിക്കാമെന്നുള്ളൊരു വ്യാമോഹവും വേണ്ട. കാരണം പയ്യന്നൂരിലെ പ്രസ്ഥാനമാണ്, അതിവിപുലമായ ജനകീയ പിന്തുണയാണ് അവിടെ പാർട്ടിക്കുള്ളത്. ഒരു പോറലും പാർട്ടിക്ക് ഏൽക്കില്ല. അതാണ് പയ്യന്നൂരിൻ്റെ കാര്യം. നമ്മുടെ തളിപ്പറമ്പിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിയാകണമെന്ന് മോഹമുണ്ടായിരുന്നു. സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് ഞങ്ങളുടെ രീതി വെച്ചിട്ട് ജില്ലാ സെക്രട്ടേറിയറ്റിൽ ചർച്ച ചെയ്യുന്നൊരു പതിവുണ്ട്. ജില്ലാ സെക്രട്ടേറിയറ്റിൽ ആ കാര്യം ചർച്ച ചെയ്യാം. അപ്പോൾ അവിടെ ഒരു വനിതാ സ്ഥാനാർത്ഥിയാവട്ടെ എന്ന് കണ്ടു. പിന്നീട് ഇദ്ദേഹം പറഞ്ഞ കാര്യം, ഒരാളും എൻ്റെ പേര് പറഞ്ഞില്ല. ഇത്ര കാലത്തെ സർവീസ് എനിക്കുണ്ട്. എന്താണ് എൻ്റെ അയോഗ്യത? എന്തുകൊണ്ടാണ് എൻ്റെ പേരാരും പറയാതിരുന്നത്? അതിന് കെറുവിച്ചിട്ട് പാർട്ടി വിടേണ്ട കാര്യമില്ലല്ലോ. സാധാരണ നിലക്ക് അത് അങ്ങനെയാണ് മറ്റുള്ളവർ കാണുന്നതെങ്കിൽ സ്വയം പരിശോധിക്കണ്ടേ, എന്തുകൊണ്ടാണ് മറ്റുള്ളവർ പേര് പറയാതിരുന്നത് എന്ന് ആലോചിച്ച് മറ്റൊരു നിലപാട് സ്വീകരിക്കാതിരിക്കുകയല്ലേ വേണ്ടത്. പക്ഷേ സ്ഥാനമോഹം അദ്ദേഹത്തെ വല്ലാതൊരു മതിഭ്രമത്തിലെത്തിച്ചു. അതിൻ്റെ ഭാഗമായി ശത്രുവിൻ്റെ കൂടെ ചേരാൻ തയ്യാറായി. അങ്ങനെ ശത്രുവിനോടൊപ്പം ചേർന്നിരിക്കുകയാണ്. ശത്രുവിൻ്റെ കയ്യിലെ കോടാലിയായിട്ട് അദ്ദേഹവും മാറിയിരിക്കുകയാണ്. ഇതിന് പറഞ്ഞ കാര്യം എങ്ങനെയാണ് നെപ്പോട്ടിസം ആരോപിക്കുന്നത്? ഇപ്പോൾ എം വി ഗോവിന്ദൻ മാസ്റ്റർ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയെ പരിഗണിച്ചു എന്നാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ ഭാര്യ എന്ന നിലക്ക് എവിടെയെങ്കിലും സീറ്റ് കൊടുക്കാൻ വേണ്ടി പാർട്ടി ആലോചിച്ചിട്ടേ ഇല്ല. തളിപ്പറമ്പിൽ ഒരു വനിതാ സ്ഥാനാർത്ഥി എന്ന ആലോചന വന്നപ്പോൾ ആ വനിത ആരാവണമെന്ന് അവിടെ ആലോചിക്കുകയാണ്. ഞങ്ങൾ സംസ്ഥാനത്തിൽ ആലോചിക്കുന്ന കാര്യമല്ല, അവിടെ ആലോചിക്കുകയാണ്. അങ്ങനെ ആലോചിച്ച് വന്നപ്പോൾ അവിടെ സ്വാഭാവികമായിട്ട് വരുന്ന പേരാണ് ശ്യാമള ടീച്ചറുടേത്. കാരണം ശ്യാമള ഈ ഗോവിന്ദൻ മാസ്റ്റർ കല്യാണം കഴിക്കുന്നതിന് മുൻപ് തന്നെ പൊതുരംഗത്തുണ്ട്, DYFI രംഗത്തുണ്ട്. അങ്ങനെ പാർട്ടിയിൽ വന്നു, വിവിധ കമ്മിറ്റികളിൽ വന്നു, വിവിധ മത്സരത്തിൽ പങ്കെടുത്തു, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പങ്കാളിയായി, അതിൻ്റെ ഭാഗമായി ഭാരവാഹിത്വം വഹിച്ചു. അങ്ങനെയെല്ലാം തളിപ്പറമ്പ് മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്നൊരു പാർട്ടി നേതാവാണ് ശ്യാമള. അപ്പോൾ തളിപ്പറമ്പിലൊരു സ്ഥാനാർത്ഥി വനിതയാവണമെന്ന് തീരുമാനിച്ചാൽ ശ്യാമളയെ തള്ളിക്കൊണ്ട് മറ്റൊരു സ്ഥാനാർത്ഥി അവിടെ കാണാൻ കഴിയില്ല. സ്വാഭാവികമായി അവരെത്തിയ പേരാണത്. അത് മനസ്സിലാക്കാനുള്ള വിവേകം ഈ അതിയായ സ്ഥാനമോഹത്തിൻ്റെ ഭാഗമായി ഗോവിന്ദൻ മാസ്റ്റർക്ക് നഷ്ടപ്പെട്ടു. അതിൻ്റെ ഭാഗമായാണ് ശത്രുവിൻ്റെ കയ്യിലേക്ക് എത്തിച്ചേർന്നത്, ശത്രുവായിട്ട് കൂട്ടുചേരുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നത്. അതും ഞങ്ങളെ പോറലേൽപ്പിക്കുന്ന കാര്യമല്ല. തളിപ്പറമ്പ് നല്ല രീതിയിൽ തന്നെ LDF വിജയിച്ചു വരും.
അതിൽ ടി കെ ഗോവിന്ദൻ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് മണ്ഡലം കമ്മിറ്റിയിലായാലും ജില്ലാ സെക്രട്ടേറിയറ്റിലായാലും ഒക്കെ ഭൂരിഭാഗം പേരും ആ പേരിനെ എതിർത്തിരുന്നു. പക്ഷേ അപ്പോൾ അങ്ങ് ചർച്ച വന്നു. ചർച്ചയുടെ ഭാഗമായി ഉയർന്നു വന്ന പേരുകളും സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് എത്തിക്കാം എന്ന് ജില്ലാ നേതൃത്വം ഉറപ്പ് തന്നിരുന്നു. പക്ഷേ അവിടെ ചെന്നപ്പോൾ അത് പി കെ ശ്യാമള എന്ന ഒറ്റ പേരായി മാറി എന്നൊരു ആരോപണമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. അതിൽ വസ്തുത എന്താണെന്ന് പറഞ്ഞാൽ പേരുകൾ വരുന്ന പേരുകൾ അയക്കുമല്ലോ. ഞാനീ പറഞ്ഞതാണ് അതിനുള്ള ന്യായം. ഈ തളിപ്പറമ്പിൻ്റെ കാര്യങ്ങൾ എടുത്താൽ തളിപ്പറമ്പ് മണ്ഡലത്തിൽ തന്നെയുള്ള ഒരു വനിത, ആ വനിത എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ ഭാര്യയായി പോയി എന്തുകൊണ്ട് മാത്രം മാറ്റി നിർത്തേണ്ട കാര്യമില്ല. ഞങ്ങൾ ആ നിലക്കാണ് കണ്ടത്. മറ്റെന്തെങ്കിലും അയോഗ്യത അവരെക്കുറിച്ച് പറയുന്നില്ല. എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ ഭാര്യയെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിൻ്റെ ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കുന്നത് മോശമല്ലേ എന്നൊരു ചിന്തയാണ് ചിലർക്കുണ്ടായത്. അതിനോട് യോജിക്കാൻ സാധാരണ നിലക്ക് കഴിയില്ല. കാരണം അവരുടെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യലാണത്. അവർ നല്ല രീതിയിൽ പാർട്ടി പ്രവർത്തനം നടത്തി വന്നവരാണ്. അത് ഭാര്യ എന്ന നിലക്കല്ല, അവരുടെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമായിട്ട് ഇത് നടത്തിയതാണ്. പക്ഷേ അദ്ദേഹം ഉന്നയിക്കുന്ന വിഷയം ഈ വിയോജിപ്പുകൾ മുകളിൽ തട്ടിൽ എത്തിയില്ല, സംസ്ഥാന നേതൃത്വത്തിൽ എത്തിയില്ല എന്ന്. അങ്ങനെ ഒരു രീതി ഞങ്ങളുടെ പാർട്ടിയിലില്ല. എല്ലാ അഭിപ്രായങ്ങളും ഞങ്ങളെ മുന്നിലെത്തും. എല്ലാ അഭിപ്രായങ്ങളും വെച്ചുകൊണ്ട് തന്നെയാണ് തീരുമാനം എടുക്കുക. അതൊക്കെ പിന്നെ അതിൻ്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം പറയുന്ന കാര്യമാണ്. അദ്ദേഹത്തിനും അറിയാം എല്ലാ കാര്യങ്ങളും ഞങ്ങളെ മുമ്പിലെത്തും എന്നുള്ളത്. പിന്നെ അദ്ദേഹം പറയുന്നുണ്ടോ ഞാനെന്തോ ഇടപെട്ടില്ല എന്ന്. അതെ, ഞാൻ ഇടപെടേണ്ട കാര്യം അതിൽ വരുന്നില്ല. പാർട്ടി സംസ്ഥാന നേതൃത്വം എന്ന നിലക്കാണ് ഇടപെടുന്നത്. ആ നേതൃത്വത്തിൻ്റെ ഭാഗമായിട്ട് ഞാനുമുണ്ട്, ആ ഇടപെടലുണ്ടായിട്ടുമുണ്ട്. CM ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ വളരെ ശക്തമായി ഉയർന്നു വരാൻ സാധ്യതയുള്ള ഒരു വിഷയം ശബരിമല സ്വർണ്ണക്കൊള്ളയാണ്. ഈ സ്വർണ്ണക്കൊള്ളയുടെ ഭാഗമായി ഇപ്പോൾ പ്രതിപട്ടികയിലുള്ള ഒരാൾ CPM-ൻ്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമാണ്. ഇപ്പോഴും അദ്ദേഹം ആ സ്ഥാനത്ത് തുടരുകയാണ്. അതൊരു ശരിയായ കാര്യമാണ്. ഇവിടെ കാണേണ്ടത് ശബരിമല പ്രശ്നത്തിൽ ആദ്യമുണ്ടാകുന്നത് ഒരു വിചിത്രമായ സംഭവമാണ്. അവിടെയുള്ള ഒരു പീഠം കാണാതാകുന്നു. അതെ, ആ ആരോപണം അല്ലെങ്കിൽ ആ ആക്ഷേപം ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന പിന്നീട് വിവാദക്കാരനായ പുരുഷൻ ഉന്നയിക്കുന്നു. അപ്പോൾ അത് പിന്നെ ദേവസ്വത്തിനെതിരെയും ദേവസ്വം ബോർഡിനെതിരെയും ഗവൺമെൻറ്റിനെതിരെയും ഒക്കെയുള്ള മട്ടിലാണ് അന്ന് അദ്ദേഹം ഉന്നയിക്കുന്നത്. എന്താണെന്നൊരു പിടിയില്ല എങ്ങനെയൊരു പ്രശ്നം ഉന്നയിക്കപ്പെട്ടപ്പോൾ. അത് വന്നപ്പോൾ അവിടുത്തെ വിജിലൻസ് അത് സംബന്ധിച്ച് അന്വേഷണം നടത്തി. വിജിലൻസ് അന്വേഷിച്ചപ്പോൾ ഈ പീഠം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തി. അതോടെ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്തോ ഒരു പ്രത്യേക രീതിയിൽ ഇടപെടലാണ് നടത്തിയതെന്ന് വ്യക്തമായി, ദുരുദ്ദേശം ഉണ്ടായിരുന്നെന്ന് വ്യക്തമായി. അതിൻ്റെ തുടർച്ചയായിട്ടാണ് പിന്നെ മറ്റ് സംഭവങ്ങൾ വരുന്നത്. അപ്പോൾ ഞങ്ങളതിൽ സ്വീകരിച്ച നിലപാട്, അത് പറയാനാണ് ഞാനിത് പറഞ്ഞത്. ഞങ്ങളതിൽ സ്വീകരിച്ച നിലപാട്, അവിടെ എന്തെങ്കിലും കൊള്ളരുതായ്മകൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി അന്വേഷിക്കുകയും കണ്ടെത്തുകയും വേണം. ആ കാര്യത്തിൽ ഒരു പ്രത്യേക അന്വേഷക സംഘം അന്വേഷിക്കുന്നതായിരിക്കും നന്നാവുക. ആ പ്രത്യേക അന്വേഷക സംഘത്തിന് ശബരിമലയുടെ കാര്യത്തിൽ പലതിനും ഹൈക്കോടതിയുടെ മേൽനോട്ടമുണ്ട്. അപ്പോൾ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലൊരു പ്രത്യേക അന്വേഷണ സംഘം ആയിക്കോട്ടെ. ഈ നിലപാടാണ് ഞങ്ങളെടുത്തത്. ഞങ്ങൾ തന്നെ ആ നിലപാട് ഹൈക്കോടതിയിൽ പറയുകയാണ് ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട്. ദേവസ്വം ബോർഡും അതേ നിലപാട് തന്നെ എടുത്തു. ഹൈക്കോടതി അതേ നിലപാടെടുത്തു. പ്രത്യേക അന്വേഷണ സംഘത്തെ വെച്ചു. പ്രത്യേക അന്വേഷണ സംഘത്തെ സാധാരണ ഗവൺമെൻറ്റിനോട് വെക്കാനാണ് പറയുക. ഇതല്ല ഉണ്ടായത്. പ്രത്യേക അന്വേഷണ സംഘത്തെ ഹൈക്കോടതി തന്നെ നിശ്ചയിച്ചു. അങ്ങനെ ആ പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലും ചുമതലയിലുമായി. അത് ഭംഗിയായി കാര്യങ്ങൾ നിർവഹിച്ചു പോവുകയാണ്. അതിനെപ്പറ്റി ചില ആക്ഷേപങ്ങൾ പിന്നെ വന്നു. ആക്ഷേപങ്ങൾ വന്നപ്പോൾ ഹൈക്കോടതി അർത്ഥശങ്കക്കിടയില്ലാതെ വ്യക്തമാക്കിയല്ലോ, ഞങ്ങളുടെ നിയന്ത്രണത്തിലാണ്, ഞങ്ങളുടെ നിരീക്ഷണത്തിലാണ്, ഇന്ന് കിട്ടാവുന്നതിൽ ഏറ്റവും കാര്യക്ഷമതയുള്ള സത്യസന്ധരായ ഉദ്യോഗസ്ഥരെയാണ് ഞങ്ങൾ വെച്ചിട്ടുള്ളത്, ആർക്കും ആശങ്ക വേണ്ടതില്ല, ഒരു ബാഹ്യ ഇടപെടലും ഇക്കാര്യത്തിലില്ല എന്നൊക്കെ ഹൈക്കോടതി ആവർത്തിച്ച് വ്യക്തമാക്കിയല്ലോ. ഇവിടെ അതിൻ്റെ ഭാഗമായി അറസ്റ്റുകൾ നടന്നു. ആ അറസ്റ്റുകൾ നടന്നപ്പോൾ അതിൽ ഈ പറഞ്ഞ പേരുകാരും ഉണ്ടായി. അതുമായി ബന്ധപ്പെട്ട് ചാർജ് ഷീറ്റ് എന്താണെന്ന് വ്യക്തമായിട്ടില്ല. ചാർജ് ഷീറ്റ് കൂടി ലഭിച്ചതിന് ശേഷം നമുക്ക് മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കാം എന്നൊരു നിലപാടാണ് ഞങ്ങളെന്നെടുത്തത്. ജയിലിലാണ്, ജയിലിലുള്ള ആളുമായിട്ട് പിന്നെ ബന്ധപ്പെടാനോ മറ്റു കാര്യങ്ങൾ നീക്കാനോ ആവില്ല, അതിൻ്റെ കാര്യങ്ങൾ ചാർജ് ഷീറ്റിലൂടെ മനസ്സിലാക്കാം എന്ന് വെച്ചു. പക്ഷേ ചാർജ് ഷീറ്റ് വൈകി. ഇദ്ദേഹത്തിന് ജാമ്യം കിട്ടി. ജാമ്യം കിട്ടിയപ്പോൾ ഞങ്ങൾ സ്വീകരിച്ച നിലപാട്, അദ്ദേഹം നേരത്തെ പറഞ്ഞ തരത്തിലുള്ള ഞങ്ങളുടെ പ്രധാനപ്പെട്ട കമ്മിറ്റിയുടെ അംഗമായിട്ട് പ്രവർത്തിക്കാൻ പാടില്ല, അങ്ങനെ അദ്ദേഹത്തെ മാറ്റി നിർത്തുന്ന നില വന്നു.
അതിൻ്റെ അന്വേഷണം നടത്തുകയാണ്. ആ അന്വേഷണത്തിന് ശേഷം പാർട്ടി കൃത്യമായ നിലപാട് സ്വീകരിക്കുകയാണ് ചെയ്യുക. അതാണ് ഞങ്ങൾ സ്വീകരിക്കുന്ന രീതി. അദ്ദേഹം ഇപ്പോൾ ഞങ്ങളുടെ ഒരു കമ്മിറ്റിയുടെയും ഭാഗമായി നിൽക്കുന്നില്ല. പക്ഷേ പുറത്താക്കിയോ കമ്മിറ്റിയിൽ നിന്ന്? പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്ന് വെച്ചാൽ പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നില്ല, പാർട്ടിയുടെ കമ്മിറ്റിയുടെ ഭാഗമായി നിൽക്കുന്നില്ല. ആ നിലയിൽ മാറ്റി നിർത്തിയിരിക്കും. ജില്ലാ കമ്മിറ്റിയിലില്ല, മാറ്റി നിർത്തിയിരിക്കുകയാണ്. ഓക്കെ, അതിപ്പോൾ ശരി. പക്ഷേ ഈ സ്വർണ്ണക്കൊള്ള എന്ന് പറയുമ്പോൾ ഈ സർക്കാരിൻ്റെ കാലത്ത് നടന്ന ഒരു കൊള്ള എന്ന നിലയിൽ നേരത്തെ CM തന്നെ പറഞ്ഞു, അഴിമതി ഏറ്റവും കുറച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞ ഒരു സർക്കാരാണ് കേരളത്തിൽ തന്നെ. പക്ഷേ സ്വർണ്ണക്കൊള്ള, ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടക്കുന്നു എന്ന് പറയുമ്പോൾ അത് അഴിമതിയുടെ ഭാഗമായി കൂടി ആരോപിക്കപ്പെടില്ലേ? അതിനകത്ത് സർക്കാരിന് ഉത്തരവാദിത്വമില്ലേ CM? അല്ല, കൊള്ള എന്ന് പറയുന്നത് അതിൻ്റെ അങ്ങനെയല്ല കാണേണ്ടത്. നമ്മുടെ നാട്ടിൽ നല്ല തോതിൽ ഈ കളവ് നടത്താൻ താല്പര്യമുള്ള ചില ആളുകളുണ്ടല്ലോ. ആ കളവ് നടത്തുന്ന ആളുകൾ കളവ് നടത്തുന്നുണ്ട്, നാട്ടിൽ നടക്കുന്നുണ്ട്. ആ കളവിൻ്റെ കാര്യത്തിൽ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. ഇവിടെയും ഫലപ്രദമായി തന്നെ ഏജൻസികൾ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ് കാണാൻ സാധിക്കുക. നമ്മുടെ അഴിമതിയുടെ കാര്യം പറയുമ്പോൾ ഉന്നതങ്ങളിലുള്ള അഴിമതിയാണല്ലോ തീർത്തും ഇല്ലാതായത്. മറ്റ് നാട്ടിലെ അഴിമതി ആകെ ഇല്ലാതായത് ഞങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നമ്മുടെ നാടിൻ്റെ ഇത് ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട അഴിമതിയല്ലേ? ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട അഴിമതിയുടെ കാര്യത്തിൽ തന്നെയാണ് ഞാൻ പറയുന്നത്. അവിടെ നടന്ന കാര്യങ്ങളുടെ മറ്റ് വിശദാംശങ്ങളിലേക്ക് നമ്മളിപ്പം വിധിയിൽ കടക്കുന്നത് ശരിയല്ല. നമ്മൾ അത് സംബന്ധിച്ച് ഒരഭിപ്രായം ഞാൻ പറയുന്നതും ശരിയല്ല. കാരണം അന്വേഷണം ഹൈക്കോടതിയുടെ നേരിട്ട് നിയന്ത്രണത്തിലാണ് നടക്കുന്നത്. ഞാൻ ഇപ്പോഴും സ്ഥാനാർത്ഥിയാണെങ്കിലും മുഖ്യമന്ത്രി കസേരയിലിരിക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ അന്വേഷണത്തെ ബാധിക്കുന്ന തരത്തിലുള്ള അഭിപ്രായം ഞാൻ പറയുന്നത് ഒരു തരത്തിലും ശരിയായിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ അതിലേക്ക് ഞാൻ സാധാരണ കടക്കാറില്ല, ഇപ്പോഴും കടക്കുന്നില്ല. പക്ഷെ പാർട്ടി അതിൽ ആലോചിക്കേണ്ട വിഷയമുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? ഇത്രയും ഗൗരവമുള്ള ഒരു സംഗതി അവിടെ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് നടന്നത് പാർട്ടി നിയോഗിക്കുന്ന ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഈ വീഴ്ചകൾ ആലോചിക്കണമെന്നുണ്ട്. അവരുടെ ഭാഗത്തുണ്ടായ വീഴ്ചകൾ എന്താണെന്നുള്ളത് അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ മനസ്സിലാക്കിയാലേ പറ്റൂ. പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ച് ഞാനത് പറയുന്നത് ഒരു ഭംഗിയല്ല. കാരണം കളവ് നടത്തുന്നത് കളവിൻ്റെ താല്പര്യക്കാരാണ്, മറ്റത് സാങ്കേതികമായ കാര്യങ്ങളായിരിക്കാനാണ് സാധ്യത. അത് പക്ഷേ എന്താണെന്ന് കൂടുതൽ മനസ്സിലാക്കിയാലേ പറയാൻ പറ്റൂ. ഓക്കെ, അത് ആ നിലക്കെടുക്കണത്. ശരി. ഇപ്പോൾ ശബരിമലയെ പറ്റി തന്നെ, ഇപ്പോൾ ശബരിമലയിൽ യുവതീ പ്രവേശ വിധി വന്ന സമയത്ത് CM പറയുകയുണ്ടായി, അത് കേവലമായി ശബരിമലയുമായി മാത്രം ബന്ധപ്പെട്ട വിഷയമല്ല, അത് ഭരണഘടനാപരമായി സ്ത്രീകളുടെ ഒരു അവകാശവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അവരെ മാറ്റി നിർത്തുന്നത് ഭരണഘടനാ മൂല്യങ്ങളോട് യോജിക്കുന്നതല്ല, അതുകൊണ്ട് കൂടിയാണ് ആ വിധി ഉണ്ടായത് എന്ന്. ആ നിലക്ക് അതിനെ പിന്തുണയ്ക്കുകയും അതിനുവേണ്ടി വാദിക്കുകയും ചെയ്ത ആളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മാത്രമല്ല പറയും 4 വോട്ടിനും കുറച്ച് സീറ്റുകൾക്കും ഒക്കെ വേണ്ടി ഞങ്ങൾ രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കില്ല എന്ന് വളരെ വ്യക്തമായി താങ്കൾ പറയുകയും ചെയ്തു. ഇന്നിപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട്, സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്ന നിലപാടനുസരിച്ച് അത് കോടതി വിധിയുടെ അന്തസത്തയിൽ നിന്ന് മാറിക്കൊണ്ടുള്ള ഒന്നാണ്. പണ്ഡിതരും വിദ്വാൻമാരും ഒക്കെ തീരുമാനിക്കട്ടെ എന്നാണ്. അപ്പോൾ അന്നെടുത്ത നിലപാടിൽ നിന്നുള്ള ഒരു മാറ്റമല്ലേ അത് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാത്തതിൻ്റെ ഭാഗമായാണ്. ഞങ്ങൾ ഈ കാര്യത്തിൽ 2006 ഗവൺമെൻറ് ഒരു എഫിഡവിറ്റ് കൊടുക്കുന്നുണ്ട്. അതെ, ആ എഫിഡവിറ്റിൽ ഈ കാര്യം വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുടെയും കാര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട വിദഗ്ധരും പണ്ഡിതരും സമൂഹത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളും അവരുമായി കൂടി ആലോചിക്കണം, അവരുടെ അഭിപ്രായങ്ങൾ കൂടി ശേഖരിക്കണം, എന്നിട്ടായിരിക്കണം ഒരു നിലപാട് സ്വീകരിക്കുന്നത് എന്ന് അന്ന് തന്നെ പറഞ്ഞതാണ്. ഇതിൽ കോടതി ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടിയാണ് ഇപ്പം ഞങ്ങൾ പറഞ്ഞത്. ആ ഭാഗം ഞങ്ങൾ ഇപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഭരണഘടനയുടെ ഭാഗമായിട്ടുള്ള സ്ത്രീയുടെ അവകാശത്തിൻ്റെ കാര്യം, അക്കാര്യത്തിൽ ഇപ്പോൾ ചോദ്യം വന്നിട്ടില്ല. ഇവർ ചോദിച്ച ചോദ്യത്തിൽ അതില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കിട്ടിയ നിയമോപദേശം ഇപ്പം നമ്മൾ അതിനെക്കുറിച്ച് അഭിപ്രായം പറയേണ്ടതില്ല. ആ അഭിപ്രായം കോടതി ചോദിക്കുന്ന ഘട്ടത്തിൽ മാത്രമാണ് പറയേണ്ടത്. ഇപ്പോൾ ഈ നിലപാട് പറഞ്ഞു നിൽക്കാം, അതുമാത്രമാണ് ഞങ്ങളിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ബാക്കി കാര്യങ്ങൾ സുപ്രീം കോടതി ഇനിയും വ്യക്തത വരുത്തുമായിരിക്കും, ചോദിക്കുമായിരിക്കും. ആ ഘട്ടത്തിൽ പറയുന്നതായിരിക്കും നല്ലത് എന്ന നിലക്ക് ഞങ്ങൾ മാറ്റിവെച്ചിരിക്കുക. ആ നിലയ്ക്ക് CM-ൻ്റെയും സർക്കാരിൻ്റെയും ഇപ്പോഴത്തെ നിലപാട് ഭരണഘടനാപരമായി സ്ത്രീകളുടെ അവകാശം സംരക്ഷിക്കപ്പെടണമെന്ന് തന്നെയാണോ? ആ കാര്യത്തിൽ സുപ്രീം കോടതി തന്നെ പിന്നെ അയവ് വരുത്തിയല്ലോ. സുപ്രീം കോടതിയുടെ നിലപാടാണല്ലോ വ്യക്തമാക്കേണ്ടത്. സുപ്രീം കോടതി എങ്ങനെയാണ് ചിന്തിക്കുന്നത് പരിശോധിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ നമുക്കെടുക്കാം, അന്നേരം എടുക്കാം. നമ്മളൊരു ധൃതി പിടിച്ച് അഭിപ്രായം പറയുക എന്നുള്ളതല്ല വേണ്ടത്. എന്നാൽ
ആചാരാനുഷ്ഠാനങ്ങളുടെ കാര്യത്തിൽ അതിൽ കൃത്യമായി ഈ പറയുന്ന പണ്ഡിതരുടെ അഭിപ്രായം, സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ അഭിപ്രായം അത് വളരെ പ്രധാനമാണെന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. ഈ അവകാശകാര്യം വരുമ്പോൾ ശബരിമലയുടെ പ്രശ്നം മാത്രമല്ല, മറ്റൊട്ടേറെ പ്രശ്നങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. എല്ലാ പ്രശ്നങ്ങളും കണക്കിലെടുത്തുകൊണ്ട് സുപ്രീം കോടതി പരിശോധിക്കുമല്ലോ. ആ ഘട്ടത്തിൽ നമുക്ക് അഭിപ്രായം പറയാം. അല്ല, അതിൽ ഒരുപക്ഷെ ഇപ്പോൾ ധാരാളം സ്ത്രീ സംഘടനകൾ, അതുപോലെ തന്നെ പുരോഗമന ആശയങ്ങളുള്ള സംഘടനകളൊക്കെ അതിനെ വളരെ അതിൽ സന്തോഷിക്കുകയും സർക്കാർ ആ നിലപാടെടുത്തതിൽ സന്തോഷിക്കുകയും അതിനെ പിന്തുണയ്ക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അവർക്ക് നിരാശ വരുമോ ഇപ്പോഴത്തെ നിലപാടിൽ? ഇപ്പോഴത്തെ നിലപാടിൽ നിരാശ വരേണ്ട കാര്യമില്ല. കാരണം ഇപ്പോഴത്തെ നിലപാട് അതിനെപ്പറ്റി അഭിപ്രായം പറഞ്ഞിട്ടില്ല. അഭിപ്രായം പറഞ്ഞത് ഈ സുപ്രീം കോടതി ചോദിച്ച കാര്യത്തെക്കുറിച്ച് മാത്രമാണ്. അതിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നമ്മൾ കണ്ട ഒരു കാര്യമുണ്ടല്ലോ, ഇവിടെ ഏറ്റവും വലിയ ക്രമസമാധാന പ്രശ്നമായിട്ട് ഉയർന്നു വന്നൊരു കാര്യമാണല്ലോ അത്. സുപ്രീം കോടതി വിധിയെ തുടർന്ന് കേരളം വലിയ തോതിലുള്ള ക്രമസമാധാന പ്രശ്നത്തിലേക്ക് നീങ്ങിയില്ലേ. പിന്നെ സ്ത്രീകളുടെ അവകാശത്തെ പറ്റിയാണ് പ്രധാനമായിട്ട് ഉയർന്നു വന്നെങ്കിലും നമ്മളിവിടെ കണ്ടതാണല്ലോ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പങ്കെടുത്തുകൊണ്ടുള്ള പിന്നെ മറ്റു പരിപാടികൾ. വനിതാമതിൽ, അത് വനിതാമതിലല്ല, മറ്റു പരിപാടികൾ കണ്ടല്ലോ, അവരുടെ ഭാഗത്തു നിന്നുള്ള മറ്റു പരിപാടികൾ കണ്ടല്ലോ, മറ്റു തരത്തിലുള്ള പരിപാടികൾ കണ്ടല്ലോ. അത് വലിയ സ്ത്രീ പങ്കാളിത്തമായിരുന്നല്ലോ. ഇതൊക്കെ രണ്ട് തരത്തിലും നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ സുപ്രീം കോടതിയുടെ സുചിന്തിതമായ അഭിപ്രായത്തിന് വിടാം. ആ ഘട്ടത്തിൽ നമുക്ക് അഭിപ്രായം പറയാമെന്നാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അയ്യപ്പ സംഗമം സംഘടിപ്പിച്ച ദേവസ്വം ബോർഡാണ്. തീർച്ചയായും സർക്കാർ നേരിട്ടല്ല, പക്ഷേ എന്നാലും സർക്കാരിൻ്റെ സജീവമായ പങ്കാളിത്തം അതിലുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ഭാഗമായി അതൊരു പൂർണ്ണമായും സെക്യുലറായിട്ട് നടത്തുന്ന ഒരു കാര്യമാണ്. ഒരുപക്ഷെ ശബരിമലയുമായി ബന്ധപ്പെട്ട മറ്റൊരു രീതിയിൽ നമുക്ക് കാണാനേ കഴിയില്ല. പക്ഷേ അതിലേക്ക് ഇപ്പോൾ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ ക്ഷണിക്കേണ്ട കാര്യമുണ്ടായിരുന്നു. ഇല്ല, യോഗി ആദിത്യനാഥിൻ്റെ ഒരു സന്ദേശം വരുന്നതാണ് അതിൻ്റെ കാര്യത്തിലുണ്ടായത്. അതാണ് സംഭവിച്ചിട്ടുള്ളത്. അതെ, അത് അദ്ദേഹത്തെ ക്ഷണിച്ചു, അദ്ദേഹം വന്നില്ല, സന്ദേശം അയച്ചു. അദ്ദേഹത്തെ ക്ഷണിച്ചതാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ മുഖ്യമന്ത്രിമാരെ ക്ഷണിച്ചിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അത് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്ത് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അത് ദേവസ്വം മന്ത്രി തന്നെ വേദിയിൽ വായിച്ചു. അത് ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇടത് ഗവൺമെൻറ്റിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമല്ലേ? അതൊരു മുഖ്യമന്ത്രി എന്ന നിലക്ക് സന്ദേശം അയച്ചപ്പോൾ വായിച്ചതായിരിക്കാനാണ് സാധ്യത. നമ്മളത് അത്ര, ഞാനതിൻ്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് പോയിട്ടില്ല. ശരി. അപ്പോൾ ഇതേ സംഗമവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കുറേ നാളുകളായിട്ട് പിന്നെ മുസ്ലിം വിരുദ്ധ പ്രസ്താവനകൾ നടത്തുന്നു എന്ന് ആരോപിക്കപ്പെടുന്ന വെള്ളാപ്പള്ളി നടേശൻ ആ വേദിയിലേക്ക് വന്നത് താങ്കളുടെ കാറിലാണ് എന്നത് എല്ലാവരും ഒരു വിവാദത്തിൻ്റെ രൂപത്തിലേക്ക് പോവുകയുണ്ടായി. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന് CM-ന് തോന്നുന്നു. അതിൽ എനിക്ക് യാതൊരു തെറ്റായ തോന്നലുമില്ല. കാരണം ഒരു സ്ഥലത്ത് ഞാൻ ഇറങ്ങി പിന്നെ മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. കുറച്ച് ദൂരത്താണ് അത് പോകേണ്ടത്. അവിടെ നിന്ന് ആ കാറിൽ ഞാൻ പോകാൻ നോക്കുമ്പോൾ ആ നേരത്ത് അവിടത്തേക്ക് നടന്നു പോകുന്നതിന് പകരം അദ്ദേഹവും ആ കാറിൽ കയറി എന്നുള്ളതാണ്. അദ്ദേഹത്തെ പോലെ പ്രായമുള്ളൊരു മനുഷ്യൻ കാറിൽ കയറുന്നതിൽ യാതൊരു അപാകതയും ഉണ്ട് എന്ന് എനിക്ക് അന്നും തോന്നിയിട്ടില്ല, ഇന്നും തോന്നിയിട്ടില്ല. പിന്നെ എൻ്റെ കാറിൽ ആര് കയറി എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് മാത്രം നിലപാടെടുക്കുന്ന ഒരാളാണ് ഞാനെന്ന് എന്നെക്കുറിച്ച് അറിയാവുന്ന ആർക്കും പറയാനും കഴിയുന്നില്ല. അപ്പോൾ അതൊക്കെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു ആക്രമണത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അത് പലതും ഉപയോഗിക്കും. അങ്ങനെ ഉപയോഗിക്കുന്നത് കൊണ്ട് ചെയ്ത കാര്യം തെറ്റായിപ്പോയി എന്ന് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. പക്ഷേ അതേ പ്രായമുള്ള ആളാണ് ഒരുപാട് മുസ്ലിം വിരുദ്ധ പ്രസ്താവനകൾ നടത്തിയത്. അതിനോട് CM-ന് യോജിപ്പുണ്ടാവില്ല എന്ന് ഉറപ്പാണ്. പക്ഷെ അത് പുറത്തേക്ക് പറയാൻ താങ്കൾ തയ്യാറായില്ല എന്നൊരു വിമർശനമുണ്ട്. അല്ല, ആ കാര്യത്തിൽ കാണേണ്ടത് അദ്ദേഹം പിന്നീട് അതിനൊരു ക്ലാരിഫിക്കേഷൻ നൽകി. ആ ക്ലാരിഫിക്കേഷനിൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ മുസ്ലിമിനെതിരായിട്ടുള്ള ആളല്ല, മുസ്ലിമുകളും ഞങ്ങളും കൂടി ഒന്നിച്ച് പിന്നോക്ക വിഭാഗത്തിൻ്റെ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടി ഒരുപാട് ശ്രമങ്ങൾ നടത്തിയതാണ്, ഞങ്ങൾ ഒന്നിച്ച് പ്രക്ഷോഭം നടത്തിയതാണ്. ചില പേരുകളൊക്കെ പറഞ്ഞു, ഇന്നവരായിട്ട് സഹകരിച്ചുകൊണ്ടുള്ള പ്രക്ഷോഭങ്ങൾ നടത്തിയിട്ടുണ്ട്. ഞാൻ വിമർശിച്ചത് ലീഗിനെയാണ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെയാണ്. ഒരു ഘട്ടത്തിലും മുസ്ലിമിനെ എന്ന നിലക്കല്ല ഞാൻ വിമർശിച്ചിട്ടുള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിൻ്റെ മേലെ പിന്നെ ഞാൻ പറയാൻ പോയിട്ടില്ല. അതാണ് ഉണ്ടായത്. പക്ഷേ അത് അങ്ങനെ മാത്രമായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിമർശനം നമുക്ക് കേട്ട ആളുകൾക്ക് തന്നെ അറിയാം. ഇപ്പോൾ അദ്ദേഹം ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ട്, നായാടി മുതൽ നസ്രാണി വരെ അതിൽ മുസ്ലിങ്ങളെ ഒഴിവാക്കുകയാണ്, യോജിക്കണം, മുസ്ലിങ്ങളെ ക്രിസ്ത്യാനികൾക്ക് പേടിയാണ്
ഇങ്ങനെയുള്ള പരാമർശങ്ങളൊക്കെ അദ്ദേഹം നടത്തുന്നുണ്ട്. മാത്രമല്ല മലപ്പുറത്ത് ശ്വാസം മുട്ടുകയാണ്, ഇതര സമുദായങ്ങൾക്ക് ശ്വാസം മുട്ടുകയാണ് തുടങ്ങിയ കാര്യങ്ങൾ, അത്തരം പ്രസ്താവനകളൊക്കെ നമ്മൾ അതിനു മുമ്പ് കേട്ടിട്ടുള്ളത് കെ സുരേന്ദ്രനെ പോലുള്ളവരിൽ നിന്നാണ്. അപ്പോൾ അത്രയധികം അദ്ദേഹം സംസാരിക്കുന്നത് കേവലം ലീഗിനെതിരെ മാത്രമാണോ? അല്ല, ആ പ്രസ്താവനയ്ക്ക് ശേഷമാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ ഉദ്ദേശിച്ചത് ലീഗിനെയാണ്, മലപ്പുറത്തെ ലീഗിനെ ഉദ്ദേശിച്ചുകൊണ്ട് പറഞ്ഞ കാര്യമാണ്, ഞാൻ മുസ്ലിമിനെ ഉദ്ദേശിച്ചിട്ടേ ഇല്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി. ആ വ്യക്തമാക്കിയതിന് ശേഷം പിന്നെ ഞാൻ അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ പോയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അതാണ് വസ്തുത. ലീഗിനെ കുറിച്ച് തന്നെ ആണെങ്കിൽ പോലും CM അത് ശരിയായ കാര്യമാണോ? ഞാൻ താങ്കളുടെ കൂടി അഭിപ്രായം അറിയുന്നതിന് വേണ്ടി ചോദിക്കുകയാണ്. ഇപ്പോൾ മുസ്ലിം ലീഗ് വർഗീയമാണ് എന്നൊരു അഭിപ്രായം താങ്കൾക്കുണ്ടോ? അവിടെ വർഗീയമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട് എന്ന് താങ്കൾക്ക് അഭിപ്രായമുണ്ടോ? അല്ല, അത് സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ അനുഭവം പറയുമ്പോൾ ലീഗിനെ ന്യായീകരിക്കേണ്ട ആവശ്യം എനിക്കില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ അനുഭവം അദ്ദേഹം പറയുമ്പോൾ ലീഗ് അങ്ങനെയല്ല, അങ്ങനെ വെക്കുന്നതായൊരു പാർട്ടിയല്ല എന്ന് ഞാൻ പറയേണ്ട കാര്യം എന്താണ്? മലപ്പുറത്തെ പക്ഷേ താങ്കൾക്ക് അറിയേണ്ടതല്ലേ? അല്ല, മലപ്പുറത്തിൻ്റെ കാര്യമല്ല, ലീഗിനെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്ന് പറയുമ്പോൾ ലീഗിനെ കുറിച്ചൊരു ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട ആവശ്യം എനിക്കില്ലല്ലോ, സാധാരണക്കില്ലല്ലോ, എൻ്റെ ഒരു ബാധ്യതയല്ലല്ലോ അത്. അതുകൊണ്ട് ഞാനതിലേക്ക് നിശബ്ദത പാലിച്ചു എന്നുള്ളതാണ് യഥാർത്ഥ വസ്തു. പക്ഷേ മലപ്പുറം ഒരു രാജ്യം പോലെ ആക്കാൻ ശ്രമിക്കുകയാണ്. വൈകാതെ കേരളം തന്നെ മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനമാകും എന്നതൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മലപ്പുറം രൂപീകൃതം ഞാനിത് ചോദിക്കാൻ കാരണം ഇപ്പം നൗഷാദിൻ്റെ കാര്യത്തിൽ പിന്നെ നമ്മുടെ ഹാളിൽ വീണുപോയ നൗഷാദിന് സഹായം കൊടുത്തതിൻ്റെ പേരിൽ വെള്ളാപ്പള്ളി നടേശന് ഒരു പരാമർശം നടത്തിയ സമയത്ത് താങ്കൾ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് കേരള തൊഗാഡിയ എന്നാണ്. അത്രയ്ക്ക് ശക്തമായി വിമർശനം നടത്താൻ കഴിയുന്ന ആളാണ് ശ്രീ പിണറായി വിജയൻ. ഇപ്പോൾ മലപ്പുറത്തെക്കുറിച്ച് അദ്ദേഹം ഈ പ്രസ്താവനകൾ നടത്തുമ്പോൾ സമാനമായൊരു വിമർശനം അദ്ദേഹത്തിന് നേരെ താങ്കളിൽ നിന്ന് കേരളം പ്രതീക്ഷിക്കുന്നു. അല്ല, നമ്മൾ കാണേണ്ടത് ഇത്തരം കാര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് തന്നെ ഒരു വിശദീകരണം വന്നാൽ പിന്നെ അതിൻ്റെ മേലെ മറ്റൊരു നിലപാടിലേക്ക് ഞാൻ പോയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അതിൽ ഞാൻ നിന്നു, ആ വിശദീകരണത്തിൽ നിന്നു എന്നുള്ളതാണ് വസ്തുത. ആ വിശദീകരണം ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അതെ, പിന്നെയും അത് തുറന്നു പോകുമായിരുന്നെങ്കിൽ ഞാൻ പറയുമായിരുന്നു, ഒന്ന് കണക്കാക്കണം. അതാണ് അതിൻ്റെ വസ്തുത. തീർച്ചയായിട്ടും. ഇപ്പോൾ ഇതുപോലെ ഉയർന്നു വന്ന ഒരു വിഷയമാണ് സമീപകാലത്ത്. ഇപ്പോൾ ഈ മലപ്പുറവുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ്. 2024 സെപ്റ്റംബറിലാണ് താങ്കൾ ഹിന്ദു പത്രത്തിനൊരു അഭിമുഖം കൊടുക്കുന്നു. ഈ അഭിമുഖം കൊടുക്കുന്ന സമയത്ത് അതിൽ തെറ്റായി മലപ്പുറത്തെക്കുറിച്ചുള്ള ചില പരാമർശങ്ങൾ ആരോ എഴുതി ചേർക്കുന്നു, അത് അച്ചടിച്ചു വരുന്നു. അച്ചടിച്ച് വന്നതിന് ശേഷം CMൻ്റെ ഓഫീസ് തന്നെ വിശദീകരിച്ചു അത് CMൻ്റെ വാക്കുകളല്ല എന്ന്. അതായത് മലപ്പുറത്ത് 150 കിലോഗ്രാം കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ 150 കിലോ പിന്നെ ഇത് പിടിച്ചു എന്നും അതുപോലെ അതിൻ്റെ ഹവാലപ്പടം കണ്ടമാനം ഒഴുകുന്നു, ഇതൊക്കെ ദേശദ്രോഹ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുവൊക്കെ CM പറഞ്ഞതായിട്ട് അച്ചടിച്ചു വരികയും അത് CM ഓഫീസ് അത് നിഷേധിക്കുകയും ചെയ്തു. പക്ഷേ അത്രയും വളരെ CM പറയാത്ത അത്രയും ഗുരുതരമായ കാര്യങ്ങൾ അച്ചടിച്ചു വന്ന സ്ഥിതിക്ക് ആ പത്രത്തിനെതിരെ ഒരു നിയമ നടപടി എടുക്കേണ്ടതായിരുന്നില്ലേ? സാധാരണ നിലക്ക് നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇപ്പം എനിക്കെതിരെ പലതരത്തിലുള്ള ആക്ഷേപങ്ങളും മാധ്യമങ്ങൾ പല ഘട്ടത്തിൽ ഉയർത്താറുണ്ട്, വ്യക്തികളും ഉയർത്താറുണ്ട്. അതിനൊന്നും നിയമ നടപടിക്ക് ഞാൻ സാധാരണ പോകാറില്ല. അങ്ങനെ നിയമ നടപടിക്ക് പോകലാണെങ്കിൽ അതിനെ നേരം കിട്ടുകയുള്ളൂ. ഇനി വ്യക്തത വരുത്തേണ്ട കാര്യങ്ങൾ ചിലപ്പോൾ പറഞ്ഞു എന്ന് വരും, അതിനപ്പുറം മറ്റ് നിയമ നടപടികളിലേക്ക് സാധാരണ കടക്കാറില്ല. ഞാനായിട്ട് മുൻകൈ എടുത്ത് പോകാറില്ല. മലപ്പുറത്തെ ജനങ്ങൾ അങ്ങനെ ആക്ഷേപിക്കുന്ന തരത്തിൽ താങ്കളുടെ ഭാഗത്ത് നിന്ന് ഒരു കമന്റ് വന്നു, അതിനാണല്ലോ വ്യക്തത വരുത്തിയത്. ഓക്കെ, ഇത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ വളരെ ശക്തമായ ഇപ്പോൾ വെള്ളാപ്പള്ളിയോട് പറയുന്നത് വരെ അദ്ദേഹത്തിൻ്റെ ആ വിശദീകരണം താങ്കൾ സ്വീകരിച്ചു എന്ന് പറഞ്ഞു. പക്ഷേ അതേസമയം തന്നെ മറുവശത്ത് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ വളരെ ശക്തമായി അതൊരു വർഗീയ സംഘടനയാണ് എന്ന നിലയിൽ തന്നെയാണ് താങ്കൾ കാണുകയും വിമർശിക്കുകയും ചെയ്യുന്നത്. അതിൻ്റെ അടിസ്ഥാനം എന്താണ് എന്ന് പറയാമോ? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ വർഗീയമാകുന്നത്? ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട് തന്നെയാണ് അതിന് അടിസ്ഥാനം. ജമാഅത്തെ ഇസ്ലാമിയെ എന്തുകൊണ്ടാണ് നമ്മുടെ മുസ്ലിം വിഭാഗത്തിലെ പ്രധാനികൾക്കൊന്നും അംഗീകരിക്കാൻ കഴിയാത്തത്? സുന്നി വിഭാഗങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? 2 സുന്നി വിഭാഗങ്ങളും ജമാഅത്തെ ഇസ്ലാമിയെ തള്ളിപ്പറയുന്നത് എന്തുകൊണ്ടാണ്? അതിൻ്റെ അടിസ്ഥാനം തന്നെ അതായതുകൊണ്ടാണല്ലോ. അത് നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാവുന്നതാണല്ലോ, ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. അതല്ലേ വസ്തുത. ഒരു മതരാഷ്ട്രവാദികൾ എന്ന നിലയ്ക്ക് കാര്യങ്ങൾ വരുമ്പോൾ അതിനെ അംഗീകരിക്കാൻ സാധാരണഗതിയിൽ ഞങ്ങൾക്ക് കഴിയില്ല. അതുതന്നെയാണ് നിലപാട്. പക്ഷേ അത് മതരാഷ്ട്രവാദം ഇപ്പോൾ ഞങ്ങളുടെ അജണ്ടയിൽ ഇല്ല എന്ന് അവർ ആവർത്തിച്ച് പറയുന്നുണ്ട് CM. എൻ്റെ ഈ മൊബൈലിൽ തന്നെ ഒരു 4 വീഡിയോ എങ്കിലും അതിൻ്റെ അമീർ അക്കാര്യം പറയുന്നതായിട്ടുണ്ട്. അതുണ്ടെങ്കിലും തുടർച്ചയായിട്ട് സ്വീകരിക്കുന്ന നിലപാടതാണല്ലോ, തുടർച്ചയായിട്ട് സ്വീകരിക്കപ്പെട്ട നിലപാടതാണല്ലോ.
ജമാഅത്തെ ഇസ്ലാമി എന്നത് എന്താണ് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ഒരു വാക്കിൽ നിഷേധിച്ചത് കൊണ്ട് മാത്രം ഇപ്പോൾ RSS സാംസ്കാരിക സംഘടനയാണ് എന്ന് പറഞ്ഞാൽ അത് സാംസ്കാരിക സംഘടനയാണെന്ന് ആര് വിശ്വസിക്കും? അവരുടെ രീതികൾ വേറെയല്ലേ, വ്യത്യസ്തമല്ലേ? പക്ഷേ നമുക്ക് അതെ, രീതികൾ വ്യത്യസ്തമാണ്, അതിന് തെളിവുകൾ നമുക്കുണ്ട്. ഞാൻ ചോദിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി അങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിന് നമുക്ക് തെളിവുകളുണ്ടോ? അവരുടെ പ്രസ്താവന, അവരുടെ പ്രവൃത്തി, അതിൻ്റെ പേരിൽ ഏതെങ്കിലും ഒരു കേസ്, അങ്ങനെ എന്തെങ്കിലും നമുക്ക് അവർ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളും അവരെ നിരോധിക്കണമെന്ന് പല ഘട്ടങ്ങളിൽ ആവശ്യപ്പെട്ട നിലയൊക്കെ ഇവിടെ ഉണ്ടായിട്ടില്ലേ? സംസ്ഥാന ഗവൺമെൻറ്റുകളിനെ നിരോധിക്കണമെന്നിടത്തേക്ക് എത്തിയിട്ടില്ലേ? അതിന്റെ നിലപാടുകളൊക്കെ നേരത്തെ സ്വീകരിക്കപ്പെട്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ സ്വീകരിച്ചതല്ല, നേരത്തെ ഉണ്ടായിട്ടുണ്ടല്ലോ അങ്ങനെ നിലപാടുകൾ. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ചുള്ള ഒരു നിലപാട് അതാണ്, അതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ്. അതിപ്പോൾ ഒരു 2-3 കാര്യം ഞാൻ ഈ സൂചിപ്പിച്ച കാര്യം, ഒന്ന് മുഖ്യമന്ത്രിയുടെ ആ ഇൻ്റർവ്യൂ, അതുപോലെ തന്നെ വെള്ളാപ്പള്ളിയോടുള്ള സമീപനം, അതുപോലെ തന്നെ ജമാഅത്തെ പതിവ് ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ CPM സംസ്ഥാന സെക്രട്ടറി വളരെ രൂക്ഷമായി ജമാഅത്തെ ഇസ്ലാമി വിമർശിക്കുന്ന ആളാണ്. പക്ഷേ ജനറൽ സെക്രട്ടറി MA ബേബി ഞങ്ങൾ അങ്ങനെ ആവശ്യത്തിലധികം വിമർശിക്കുന്നതിനോട് യോജിപ്പില്ല എന്നുള്ള അഭിപ്രായമുള്ളവരാണ്. അപ്പോൾ CM ആണെങ്കിൽ ഇതിൽ ഏത് പക്ഷത്താണ് നിൽക്കുന്നത്? വളരെ രൂക്ഷമായി തന്നെ വിമർശിക്കണമെന്നാണോ അതോ? ജമാഅത്തെ ഇസ്ലാമി ഒരു ഇന്നത്തെ നിലയിൽ വിമർശിക്കപ്പെടേണ്ട ഒരു സംഘടനയാണ് എന്നുള്ളത് തന്നെയാണ് എൻ്റെ ധാരണ. അത് ആ നിലയിൽ തന്നെയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ വിഷയങ്ങളൊക്കെ കൊണ്ട് തന്നെ CPM RSSുമായിട്ട് ഏതോ തരത്തിലുള്ള ഒരു ബന്ധം പുലർത്തിക്കൊണ്ടിരിക്കുന്നു എന്ന തരത്തിലുള്ള ഒരു വിമർശനം ഉയരാൻ ഇത് കാരണമായിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഈ 2-3 കാരണങ്ങളാണ് ഒരുപക്ഷെ അതിനകത്തേക്ക് നയിച്ചിട്ടുണ്ടാവുക. അതിലുപരിയായിട്ടാണ് ഒരുപക്ഷെ പോലീസ് ഫോഴ്സിൽ നിന്ന് ഉന്നതനായ ഒരു ADGP ആയിരിക്കെ ശ്രീ MR അജിത് കുമാർ 2 RSS നേതാക്കളുമായി ചർച്ച നടത്തുന്നത്. അത് എന്തിനു വേണ്ടിയായിരുന്നു ആ ചർച്ച? MR അജിത് കുമാർ ആരും കാണുന്നു, ആരുമായിട്ട് ചർച്ച നടത്തി എന്നുള്ളത് ഞങ്ങളുടെ മുമ്പിലുള്ള വിഷയമല്ല. ഗവൺമെൻറ് നിയോഗിച്ചിട്ട് ഒരാളുമായിട്ട് ചർച്ച നടത്തിയിട്ടില്ല. അത് തന്നെയാണ് അതിലുള്ളത്. പക്ഷേ ADGP അങ്ങനെ ഒരു LDF ഗവൺമെൻറ് ADGP അങ്ങനെ ചർച്ച നടത്തുമ്പോൾ CM അത് അറിയണ്ടേ? എന്തിനു വേണ്ടിയാണ്? ഞാൻ അറിയേണ്ട കാര്യമില്ല, സാധാരണ നിലക്ക് അറിയില്ല. അവർ ഏതെങ്കിലും വ്യക്തിയെ കാണുന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ അനുമതി വാങ്ങേണ്ട കാര്യമില്ല, സാധാരണ നിലക്കില്ല. അതിലൊരു CM അതിലൊരു പ്രശ്നവും കണ്ടിട്ടില്ല. അല്ല, പ്രത്യേകിച്ചൊരു പ്രശ്നവും ഇല്ല എന്നർത്ഥം. പ്രത്യേകിച്ചൊരു ഞങ്ങൾ ഇടപെടേണ്ട ഒരു പ്രശ്നമായിട്ട് അതിനെ കാണുന്നില്ല, അതാണ് അതിൻ്റെ വസ്തുത. ഓക്കെ, അതും കൂടി ഒരുപക്ഷെ ഈ പോലീസ് പലതവണ പോലീസ് RSSന് അനുകൂലമായ നിലപാട് എടുക്കുന്നു എന്ന വിമർശനം ഉയരാൻ അത് കാരണമായിട്ടുണ്ടോ? CM RSSന് അനുകൂലമായിട്ടുള്ള നിലപാട് പോലീസ് സ്വീകരിച്ചു എന്ന് പറയാൻ കഴിയില്ല. ഒരു വർഗീയ ശക്തിക്കെതിരെയും പോലീസിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നില്ല. കാരണം കേരളത്തിൽ ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മുടെ സംസ്ഥാനം പൂർണ്ണമായും വർഗീയ അസ്വാസ്ഥ്യത്തിൽ നിന്ന് മുക്തമാണ്. വർഗീയ സംഘർഷമോ വർഗീയ കലാപമോ ശരിയാണ്. അതിന് കാരണം അതിൽ പോലീസ് സ്വീകരിക്കുന്ന സമീപനം തന്നെയാണ്. ഏത് വർഗീയ പ്രശ്നമുണ്ടായാലും മുഖം നോക്കാതെയുള്ള നടപടി പോലീസ് സ്വീകരിക്കുന്നുണ്ട്. ഒരു വർഗീയതയുമായും ചാരി നിൽക്കുന്ന പ്രശ്നമില്ല, ശക്തമായ നടപടിയാണ് എടുത്തു പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന നിലപാടുകൾ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഒരുപക്ഷെ പൂരം കലക്കൽ സംഭവം ഉണ്ടായ സമയത്ത് ഈ RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് ADGP ആയിരുന്ന അജിത് കുമാറിനെതിരെ ആരോപണങ്ങൾ വന്നപ്പോൾ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നു എന്നൊരു വിമർശനം കൂടി ഉയർന്നു വന്നിരുന്നു. അതൊക്കെ പ്രത്യേക ടാർഗറ്റോടു കൂടി നടത്തുന്ന കാര്യങ്ങളാണല്ലോ. നിങ്ങൾ കാണേണ്ടത് ഈ സാധാരണ നിലക്ക് നമ്മുടെ കേരളത്തിലെ നിക്ഷിപ്ത താല്പര്യമുള്ള സംഘടനകൾ, രാഷ്ട്രീയ പാർട്ടികൾ, അതിൻ്റെ ഭാഗമായി നിൽക്കുന്ന മാധ്യമങ്ങൾ, അതെല്ലാം അഴിച്ചുവിടുന്ന ചില പ്രചരണങ്ങളുണ്ട്. ആ പ്രചരണങ്ങളിലെ ഭാഗമായിട്ട് എൻ്റെ ശരീരത്തിന് കേടുപറ്റുമല്ലോ, അതുകൊണ്ട് ഉടനെ അതിൻ്റെ അകത്ത് പ്രതികരിച്ച് കളയാം എന്ന നിലപാട് ഞാനൊരു കാലത്തും സ്വീകരിക്കാറില്ല. ശരിയല്ലാത്ത കാര്യങ്ങളുണ്ടായാൽ അതിലിടപെടുക എന്നല്ലാതെ ശരിയല്ലാത്ത കാര്യം പറഞ്ഞുകൊണ്ട് വരുന്നതിനെ ഭയപ്പെട്ട് നടപടിയിലേക്ക് കടക്കുന്ന രീതി എനിക്കില്ല. ഇവിടെ ഈ കാര്യങ്ങൾ നിങ്ങൾ ഇത്രയും പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുകയാണ്, എപ്പോഴാണ് ഈ പറയുന്ന ഒരു മുസ്ലിമിന് എതിരായിട്ടുള്ള നിലപാട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നോ LDFൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ CPMൻ്റെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടുള്ളത്? എല്ലാ കാലത്തും ന്യൂനപക്ഷ സംരക്ഷണത്തിന് വേണ്ടിയുള്ള നിലപാടാണല്ലോ സ്വീകരിച്ചു വന്നിട്ടുള്ളത്. പക്ഷേ ഒരു ഘട്ടത്തിൽ ഈ ന്യൂനപക്ഷത്തിൽ, പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിൽ ഉണ്ടാകുന്ന മാറ്റം അതൊരാപത്തായി തിരിച്ചറിഞ്ഞത് ജമാഅത്തെ ഇസ്ലാമിയാണ്. ആ ജമാഅത്തെ ഇസ്ലാമി തിരിച്ചറിഞ്ഞതിൻ്റെ ഭാഗമായിട്ട് അവർ ചില പ്രത്യേക നിലപാടുകൾ സ്വീകരിച്ചു.
എന്താ അവർ തിരിച്ചറിഞ്ഞത്? നേരത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഇടതുപക്ഷത്തെ വല്ലാതെ അകറ്റി നിർത്തിയിരുന്നു. സ്വന്തം അനുഭവത്തിൻ്റെ അടിസ്ഥാനം, ജീവിതാനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ തോതിലുള്ള അനുഭവം അവർക്കുണ്ടാകുന്നു. അത് ജീവൻ കൊടുത്തും പോരാടുന്നൊരു പ്രസ്ഥാനം, അത് ഇടതുപക്ഷമാണ്, വർഗീയതക്കെതിരെ. അത് പലപ്പോഴും ന്യൂനപക്ഷ സംരക്ഷണത്തിനും കൂടിയാണ്. അത് ഇവിടെ മാത്രമല്ല, അടുത്ത കാലത്തായി ദേശീയ തലത്തിൽ ധാരാളം പ്രശ്നങ്ങളുണ്ടായപ്പോൾ അതിലെല്ലാം കൃത്യതയോടെ വ്യക്തതയോടെയുള്ള സമീപനം സ്വീകരിക്കുന്നു. അതിൻ്റെ ഭാഗമായുള്ള മാറ്റം വരുന്നു. ഇതൊക്കെ നേരത്തെയുള്ള ആ അകൽച്ചയ്ക്ക് വല്ലാത്ത മാറ്റമുണ്ടാക്കുന്നു. ആ മാറ്റം വലിയ തോതിൽ ഇടതുപക്ഷത്തിന് അനുകൂലമാകുന്നു എന്ന് കണ്ടപ്പോൾ ആദ്യം അത്ര ആപത്തായിട്ടത് ജമാഅത്തെ ഇസ്ലാമിക്കും ബോധ്യമായിരുന്നില്ല. പക്ഷേ മുസ്ലിം അങ്ങനെ മാറുന്നത് വലിയ ആപത്താണല്ലോ എന്ന തിരിച്ചറിവ് ജമാഅത്തെ ഇസ്ലാമിക്ക് ഉണ്ടാകുന്നു. അവിടെയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തനം ആരംഭിക്കുന്നത്. ആ പ്രവർത്തനം യഥാർത്ഥത്തിൽ ഉള്ളത് പറഞ്ഞുകൊണ്ടായിരുന്നില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ ബുദ്ധി കേന്ദ്രങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നവരാണല്ലോ. അതിൻ്റെ ഭാഗമായിട്ടുള്ള ആലോചനകളാണല്ലോ ജമാഅത്തെ ഇസ്ലാമി നടത്തിയത്. അതിലൂടെ ഉണ്ടാക്കാൻ നോക്കിയ പ്രതീതി ഈ CPIM അല്ലെങ്കിൽ LDF ഗവൺമെൻറ് RSS അനുകൂലമായിട്ട് മാറുന്നു എന്നാണ്. അത് ബോധപൂർവം സൃഷ്ടിച്ചൊരു നെറേറ്റീവായിരുന്നു. അതിൻ്റെ ഭാഗമായി ഈ പാവപ്പെട്ടവരെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ് നോക്കിയത്. അത് ഒരു ഭാഗത്ത് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റൊരു പ്രചരണവും ആരംഭിച്ചു. അത് കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ്, നരേന്ദ്രമോദിയുടെ അതേ രീതിയിലാണ് പിണറായി വിജയൻ ഇവിടെ കാര്യങ്ങൾ നടത്തുന്നത്. അദ്ദേഹത്തിൻ്റെയൊക്കെ രീതികൾ മാറിപ്പോയി എന്ന പ്രചരണവും നല്ല രീതിയിൽ നടത്തുക. ആ പ്രചരണത്തിന് കാരണം എന്താ? കേരളത്തിൽ സ്വീകരിക്കപ്പെട്ട പൊതുവായ കാര്യങ്ങളിൽ ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ വൻ സ്വീകാര്യത LDFനുണ്ടായി. ആ സ്വീകാര്യതയ്ക്ക് വലിയ ഇടിവ് സംഭവിപ്പിക്കണം. അപ്പോൾ അതിനുവേണ്ടി ഏതെല്ലാം രീതിയിൽ ഉയർത്തി കാണിക്കാൻ പറ്റും, അതിനുള്ള സംഘടനാശേഷി ജമാഅത്തെ ഇസ്ലാമി ഉപയോഗിക്കുകയായിരുന്നു. രാഷ്ട്രീയ താല്പര്യം വെച്ച് ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ കൂട്ടാൻ ഇവിടെ കോൺഗ്രസും UDFും തയ്യാറാകുന്നു. ലീഗിൽ സാധാരണ നിലക്ക് ലീഗ് മുസ്ലിം താല്പര്യത്തിന് വേണ്ടി നിലകൊള്ളുന്നൊരു പാർട്ടിയാണെങ്കിലും അതിൻ്റെ പ്രധാന വിഭാഗങ്ങൾ സുന്നി വിഭാഗമാണ്. അവർ സാധാരണ നിലക്ക് ജമാഅത്തെ ഇസ്ലാമി അംഗീകരിക്കാറുമില്ല. എന്നാൽ രാഷ്ട്രീയ താല്പര്യം വെച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ അംഗീകരിക്കാൻ ലീഗ് തയ്യാറാകുന്നു. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ ശേഷി കുറവാണ്, വലിയ സംഘടനയല്ല. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയുടെ ബുദ്ധിയും കഴിവും ഉള്ള ശേഷിയും LDF സർക്കാരിനെതിരെയും LDFനെതിരെയും ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഉപയോഗിക്കാൻ ലീഗിലൂടെ ശ്രമിക്കുന്നു. അപ്പോൾ ലീഗിൻ്റെ പ്രവർത്തകരെയും കൂടി അതിൻ്റെ ഭാഗമാക്കി പ്രവർത്തിപ്പിക്കുന്നു. അങ്ങനെ ഇവിടം വരെ എത്തി കേരളത്തിൽ വ്യാപകമായി നമ്മുടെ രാജ്യത്തു നിന്ന് തന്നെ ന്യൂനപക്ഷത്തെ ആട്ടിയോടിക്കാൻ ശ്രമം നടത്തുന്നുള്ള ഭീതിയുണ്ടല്ലോ പൊതുവിൽ, പൗരത്വ നിയമ ഭേദഗതിയൊക്കെ വന്നപ്പോൾ. ആ ഘട്ടത്തിൽ ആ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ ഉറച്ച നിലപാട് സ്വീകരിച്ച ആദ്യത്തെ ഗവൺമെൻറ്റല്ലേ കേരളത്തിലെ ഗവൺമെൻറ്? ഞങ്ങളല്ലേ അതിശക്തമായിട്ട് അതിനെതിരെ പ്രതികരിച്ചത്? അതെ, ഇവിടെ നടപ്പാക്കൂല എന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞല്ലോ. മാത്രമല്ല അതിനെതിരെ കേസും പോയല്ലോ, നിയമസഭ പ്രമേയം പാസ്സാക്കിയല്ലോ, എല്ലാം ചെയ്തവരാണല്ലോ. പക്ഷേ പ്രചരിപ്പിച്ച കാര്യം എന്താ? LDF സർക്കാർ ഇവിടുന്ന് മുസ്ലിമീങ്ങളെ പറഞ്ഞയക്കാൻ നോക്കുകയാണ്. ആര് പ്രചരിപ്പിച്ചു? ഈ പറയുന്ന മർമറിങ് ക്യാമ്പയിൻകാർ
വീടുകളിൽ പോയി പ്രചരിപ്പിച്ചു. അതിൻ്റെ ഭാഗമായി വിശ്വസിച്ച ധാരാളം ആളുകളുണ്ട്. ആ പ്രചരണം ഞങ്ങളെ പ്രതിക്കൂട്ടിലാക്കാൻ വേണ്ടി ഉദ്ദേശിച്ചുകൊണ്ട് നടത്തിയതാണ്. അതിൻ്റെ ബുദ്ധി കേന്ദ്രം ജമാഅത്തെ ഇസ്ലാമിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് തെളിവുണ്ടോ CM-ന്റെ കയ്യിൽ? ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകൾ ലീഗുമായി ചേർന്നുകൊണ്ട് നടത്തിയ ഒരു പ്രവർത്തനമായിട്ട് അതിനെ കണക്കാക്കാൻ പറ്റും. CM വളരെ ഗൗരവമുള്ളൊരു ആരോപണമാണ് ഉന്നയിക്കുന്നത്. അതെ ഞാൻ എൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുകയാണ്. നിങ്ങൾ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചതുകൊണ്ട് നിങ്ങളുടെ ബുദ്ധിശാലയിൽ നിങ്ങളുടെ വെച്ചാൽ നിങ്ങളതല്ല ജമാഅത്തെ ഇസ്ലാമിയുടെ ബുദ്ധിശാലയിൽ രൂപം കൊണ്ട ആശയം അത് നേരായ രീതിയിൽ LDF-നെ നേരിടാൻ കഴിയില്ല എന്ന് വന്നപ്പോൾ ഇത്തരമൊരു വക്രീകരിച്ച രീതിയിൽ മറ്റൊരു തെറ്റായ മാർഗത്തിലൂടെ നേരിടാൻ വേണ്ടി ശ്രമിക്കുകയാണ് ചെയ്തത്. അതിൻ്റെ തുടർച്ച എവിടം വരെ എത്തി? ഇപ്പോൾ SIR നടപ്പാക്കുന്നു. SIR വന്നു. SIR-നെതിരെ ഞങ്ങൾ സ്വീകരിച്ച നിലപാടിനെക്കുറിച്ച് ആർക്കും സംശയമില്ല. പരസ്യമായിട്ടൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ രഹസ്യമായി SIR-ഉം LDF ഗവൺമെൻറ് കൊണ്ടുവന്നാണെന്ന് പ്രചരിപ്പിക്കുകയല്ലേ, പാവപ്പെട്ടവരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയല്ലേ. ആ ശ്രമം നല്ല വലിയ തോതിൽ വ്യാപകമായിട്ട് നടത്തിയില്ലേ. കേരളത്തിൻ്റെ അനുഭവമല്ലേ അത്. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല, മഞ്ചേരിയിലെ ഒരു സ്ത്രീ ഇട്ട ഒരു പോസ്റ്റ്, അതിൽ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സക്ക് പോയൊരു സ്ത്രീ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയാണ്. ആ വീട്ടിലേക്ക് പോകുമ്പോൾ ബസ് കാത്ത് നിൽക്കുക. ബസ് നിർത്തുന്നില്ല. അതല്ല, നിർത്തിയ ബസ്സിൽ കോഴിക്കോടുകാരിയെ കയറ്റുന്നുള്ളൂ. കോഴിക്കോടേക്കുള്ള ബസ്സാണ്. അപ്പോൾ വേറൊരു സ്ത്രീ കുറച്ചൊരു പൊതുകാര്യ പ്രസക്തിയാണെന്ന് തോന്നുന്നു. അവർ അതിലിടപെട്ടു. എന്താ നിങ്ങൾ ഇവരെ കയറ്റാത്തതെന്നൊക്കെ പറഞ്ഞിട്ട്. ഏതായാലും ആ ഇടപെടലിൻ്റെ ഭാഗമായി കയറ്റേണ്ടി വന്നു. ആ കൂട്ടത്തിൽ ഈ സ്ത്രീയും കയറി. 2 സ്ത്രീകളും ഒന്നിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ നാട്ടു വർത്തമാനങ്ങൾ പറയുമല്ലോ. പറഞ്ഞു തുടങ്ങിയപ്പോൾ ഹോസ്പിറ്റലിൽ പോയ കാര്യം പറഞ്ഞു, അതിൻ്റെ ചികിത്സയുടെ കാര്യം പറഞ്ഞു, മറ്റേ ഭക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞു. അങ്ങനെ വീട്ടുകാര്യത്തിലേക്ക് എത്തി. പെൻഷൻ്റെ കാര്യത്തിലേക്ക് വന്നു. പെൻഷൻ ഇപ്പം 2000 രൂപയുണ്ട് എന്നൊക്കെ പറഞ്ഞു വന്നപ്പോൾ അതെങ്ങനെയാണ്? അതെല്ലെന്ന് നമ്മളെ തന്ന് സൂചിപ്പിക്കുന്നതല്ലേ. സൂചിപ്പിച്ചിട്ട് നമ്മളെ ഇവിടുന്ന് പറഞ്ഞേക്കാനല്ലേ ഗവൺമെൻറ് പരിപാടി. അതിൽ മുഖ്യമന്ത്രിയും പറയുന്നുണ്ട്. അങ്ങനെ മുഖ്യമന്ത്രിയും ഗവൺമെൻറ്റും ഒക്കെ അതാണല്ലോ പരിപാടി. അപ്പോൾ ഈ സ്ത്രീ ചോദിച്ചാൽ അതെങ്ങനെയാണ് നിങ്ങൾ, അതൊക്കെ വീട്ടിൽ വന്ന് ഇന്നയാൾ പറഞ്ഞതാണ് എന്ന് പറയുകയാണ്. ആ സ്ത്രീ അത് പോസ്റ്റായിട്ട് ഇടുകയാണ്, ഇതാണ് തെറ്റിദ്ധാരണ എന്ന്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഈ സ്ത്രീ പറഞ്ഞു കൊടുത്തപ്പോൾ അങ്ങനെയാണോ, ഞാനത് മനസ്സിലാക്കിയിട്ടില്ല എന്ന് പറയുകയാണ്. ഞങ്ങളുടെ പ്രവർത്തകർ വീടുകളിൽ ചെന്നപ്പോൾ പലയിടത്തായിട്ട് ഈ പ്രചരണമുണ്ട്, പല സ്ഥലങ്ങളിലായിട്ട് ഈ പ്രചരണമുണ്ട്. ഏതെങ്കിലും ഒരിടത്ത് ഒറ്റപ്പെട്ട രീതിയിൽ വന്നതല്ല. അപ്പോൾ SIR-നെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച ഒരു പ്രസ്ഥാനത്തെ വലിയ തോതിൽ വക്രീകരിക്കാനുള്ള ശ്രമമാണല്ലോ നടത്തിയത്. ഇപ്പോൾ SIR-നെതിരെ SIR-നെതിരെ ഏറ്റവും കൂടുതൽ ശബ്ദിക്കുന്ന ഒരു പ്രസ്ഥാനം കൂടിയാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവർ ഒരു കാരണവശാൽ അത് കേന്ദ്ര സർക്കാരിൻ്റെ കൃത്യമായ നടപടിയാണ്, അതിനെതിരായിട്ട് പ്രവർത്തിക്കണമെന്ന് കൂടി ക്യാമ്പയിൻ ചെയ്യുന്ന ആളുകളാണ് എന്നാണ് എൻ്റെ അറിവ്. ഇനിയിപ്പോൾ അതല്ല ഈ രീതിയിലുള്ള നടപടികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ CM അത് തീർച്ചയായിട്ടും അത് പോലീസിൽ അറിയിച്ച് അത് കേസെടുക്കേണ്ടതല്ലേ ശരിക്കും? ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെയുള്ള നടപടികളിലേക്ക് ഞാൻ സാധാരണ പോകാറില്ല. അല്ല, ഇല്ലെങ്കിൽ അത് വിശ്വസിക്കും ആളുകൾ. എങ്ങനെ അത് തെളിയിക്കപ്പെടേണ്ട ഒരു കാര്യമല്ലേ? താങ്കളുടെ ആരോപണം ഞാൻ മുഖവിലേക്ക് എടുക്കുന്നു. പക്ഷേ അത് നിയമ നടപടിയിലൂടെ അങ്ങനെയുള്ളവർക്ക് ശിക്ഷ കിട്ടേണ്ടതാണ്. അത് തെളിയിക്കപ്പെടേണ്ടതല്ലേ, കേസെടുക്കേണ്ടതല്ലേ? അത് കേസെടുക്കാൻ ഇപ്പം രഹസ്യമായിട്ട് പോയിട്ട് പറയുന്ന കാര്യങ്ങളല്ലേ, മർമറിംഗ് ക്യാമ്പയിനല്ലേ. മർമറിംഗ് ക്യാമ്പയിൻ അങ്ങനെ സാക്ഷികളുണ്ടല്ലോ. മർമറിംഗ് ക്യാമ്പയിൻ എപ്പോഴും രാഷ്ട്രീയത്തിൽ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി മർമറിംഗ് ക്യാമ്പയിൻ ഉപയോഗിക്കുമല്ലോ. ആ മർമറിംഗ് ക്യാമ്പയിനല്ലേ ഇപ്പോൾ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താ? കേരളത്തിൽ പ്രത്യേകമായ പ്രൊഫഷണൽ ഏജൻസികളെ നിശ്ചയിച്ചിരിക്കുകയല്ലേ നമ്മുടെ പല രാഷ്ട്രീയ പാർട്ടികളും പല മുന്നണികളും. അതിൻ്റെ ഭാഗമായി അവർ ഗവൺമെൻറ്റിനെ വസ്തുക്കൾ വെച്ചാണ് എതിർക്കുന്നത്. വസ്തുക്കൾ വെച്ചല്ലോ, അതിനുവേണ്ടി പ്രത്യേക നെറേറ്റീവ്സ് ഉണ്ടാക്കുകയല്ലേ, അത് വെച്ചുകൊണ്ട് പ്രചരണം നടത്തുകയല്ലേ. PR പക്ഷേ തിരിച്ചും ഉണ്ടാവുന്നുണ്ട്. അല്ല, അതിന് പ്രത്യേക ഏജൻസികളുണ്ട്. ആ ഏജൻസികൾ വൻതോതിലുള്ള നുണപ്രചരണമല്ലേ നടത്തുന്നത്. പണ്ട് ഗീബൽസ് പറഞ്ഞു എന്ന് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ. നുണ അത് ശക്തമായി പറയണം, അപ്പോൾ അത് സത്യമാണെന്ന് തോന്നും. സത്യമാണെന്ന് തോന്നാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയണം. അത് പിന്നെ സത്യമായിട്ട് അംഗീകരിക്കപ്പെടും. തീർച്ചയായും അതല്ലേ നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും അങ്ങനെയാണ് LDF-നെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നത്.
ആ തരത്തിലുള്ള കടുത്ത വിരോധത്തിലേക്ക് ജമാഅത്തെ ഇസ്ലാമി നീങ്ങി എന്നുള്ളതാണ് ഞങ്ങളുടെ അനുഭവം. അതിൻ്റെ യഥാർത്ഥ കാരണമാണ് ഞാൻ പറഞ്ഞു വെച്ചത്. അതിൻ്റെ തുടക്കം അതിൻ്റെ തുടക്കം ഇതാണ്. ഇത് ഇങ്ങനെയൊരു അവസ്ഥ വന്നപ്പോഴാണ് ജമാഅത്തെ ഇസ്ലാമി കഠിനമായ രീതിയിൽ LDF-നെതിരെയും മറ്റും നീങ്ങുന്ന അവസ്ഥ വന്നത്. പക്ഷേ ഈ കാലഘട്ടത്തിനിടയിൽ ഇപ്പോൾ 2011 ജമാഅത്തെ ഇസ്ലാമി നേതാക്കളുമായിട്ട് താങ്കൾ പാർട്ടി സെക്രട്ടറി ആയിരിക്കെ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. അവരുമായിട്ട് ബന്ധം പുലർത്തിയത് തന്നെയാണല്ലോ, അത് നിഷേധിക്കാൻ കഴിയില്ല. മാത്രമല്ല താങ്കൾ ഇപ്പോൾ വാർത്താ സമ്മേളനത്തിൽ ഞാൻ പറയട്ടെ, നവകേരള മാർച്ചിൻ്റെ തൃശ്ശൂരിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞൊരു കാര്യം ഞാൻ കോട്ട് ചെയ്യുകയാണ്. അതായത് ജമാഅത്തെ ഇസ്ലാമി വ്യക്തമായ നിലപാടുകളുള്ള മതസംഘടനയാണ്. അവർക്ക് ദേശീയവും സാർവദേശീയവുമായ നിലപാടുകളുണ്ട്. അതുകൊണ്ട് അവരെ കുറച്ച് കാണാൻ കഴിയില്ല എന്ന് താങ്കൾ പറഞ്ഞിരുന്നു. അത് ഒരു വർഗീയ സംഘടനയെക്കുറിച്ച് പറയേണ്ട അഭിപ്രായമല്ലല്ലോ എന്തായാലും. അപ്പോൾ അന്ന് അങ്ങനെ നിലപാട് താങ്കൾ എടുക്കുന്നു. അതുപോലെ തന്നെ പല സന്ദർഭങ്ങളിലും ദേശാഭിമാനിയിൽ ഉൾപ്പെടെ 2006 തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നൽകിയ പിന്തുണയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് എഡിറ്റോറിയൽ വന്നിരുന്നു. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി തീർത്തും ഇടതുപക്ഷത്ത് ഒരു കാലത്തും ഉണ്ടായിരുന്നില്ല എന്ന് താങ്കൾക്ക് പറയാൻ കഴിയും? ജമാഅത്തെ ഇസ്ലാമി ഒരു കാലത്ത് സ്വീകരിച്ചിരുന്ന നിലപാട് വ്യക്തികളെ നോക്കിയിട്ട് പിന്തുണ നൽകലാണ്. അങ്ങനെ വ്യക്തികളെ നോക്കി പിന്തുണ നൽകുമ്പോൾ എൻ്റെ ഒരു അനുഭവം 2 വ്യക്തികളെ കാര്യത്തിലാണ്. ഒന്ന് TK ഹംസയും ഗംഗാധരനും മത്സരിച്ച തെരഞ്ഞെടുപ്പ്. അതിൽ ജമാഅത്തെ ഇസ്ലാമി അന്ന് പിന്തുണ നൽകിയത് ഗംഗാധരനാണ് അല്ലേ? അതൊരു വസ്തുതയല്ലേ? അതെ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ജമാഅത്തെ ഇസ്ലാമി എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുണ്ട്. ചില ഘട്ടത്തിൽ ഞങ്ങൾ ചില സ്ഥാനാർത്ഥികളെയും പിന്താങ്ങിയിട്ടുണ്ടാവും. അന്ന് ഈ തരത്തിൽ ഒരു നിലപാടിലേക്ക് ജമാഅത്തെ ഇസ്ലാമി നീങ്ങിയെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോഴാണ് അതിനൊരു രാഷ്ട്രീയ രൂപം വന്നത്. ആ രാഷ്ട്രീയ രൂപത്തിൻ്റെ അടിസ്ഥാന കാരണം ഇതാണ്. പിന്നെ ആളുകളെ കാണുന്നതും സംസാരിക്കുന്നതും അത് ഇത്തരം സംഘടനകളുടെ ഒരു സാധാരണ രീതിയാണ്. എല്ലാ ഘട്ടത്തിലും ആളുകളെ പോയി കാണും, സംസാരിക്കും. അത് വ്യത്യസ്ത അഭിപ്രായമുള്ളവരെ അടക്കം പോയി കണ്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന രീതി ജമാഅത്തെ ഇസ്ലാമിക്കുണ്ട്. ജമാഅത്തെ ഇസ്ലാമിക്ക് മാത്രമല്ല, അതുപോലുള്ള പല സംഘടനകൾക്കും ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. അതിൽ ചർച്ച ചെയ്ത ഒരുപാട് ഘട്ടങ്ങളുണ്ട്. നല്ല തരത്തിൽ അവരുടെ നേതാക്കളുമായിട്ട് ചില ഘട്ടങ്ങളിൽ ചർച്ച നടത്താൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് AK സെൻട്രലിൽ വന്നിട്ടും ഒക്കെ ചർച്ച നടത്തിയിട്ടുണ്ട്. അതിനവർക്കൊരു ശങ്കയില്ലാത്തവരാണ് കാര്യങ്ങൾ വന്ന് ചർച്ച ചെയ്യുക എന്നുള്ളത്. അങ്ങനെ ചർച്ച ചെയ്യുന്നതിന് എനിക്കും വേറെ പ്രശ്നങ്ങളുണ്ടായിരുന്നില്ല. പക്ഷേ ഒരു കൃത്യമായ നിലപാട് ഇടതുപക്ഷത്തിനെതിരെ സ്വീകരിച്ചു വന്നപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള നിലപാട് ഞങ്ങളും സ്വീകരിച്ചിട്ടുണ്ട്. അതെ, അത് നിലപാട് സ്വീകരിക്കുന്ന മാത്രമല്ല, അവരെ പ്രശംസിക്കുന്ന നിലയിലേക്കും കൂടി CM പോയിരുന്നു. ഇടതുപക്ഷത്തിനെതിരെയുള്ള നിലപാടാണ് ഞാൻ പറഞ്ഞത്. ഇടതുപക്ഷത്തിനെതിരെയുള്ള നിലപാട് സ്വീകരിച്ചപ്പോൾ അതിനെതിരെ ഞങ്ങൾ സ്വീകരിച്ചു. അതെ, അല്ല മാത്രമല്ല, ഇപ്പോൾ കേരളത്തിന് പുറത്ത് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് അവരുടെ പിന്തുണ കൂടി ഉറപ്പിച്ചുകൊണ്ടാണ് 3 MP ജയിച്ചു വന്നിട്ടുള്ളത്. CPM-ന്റെ കേരളത്തിലെ MP കൂടാതെയുള്ള 3 ലോക്സഭാ MP ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയുണ്ടായിരുന്നു. മാത്രമല്ല നന്ദി പറയാൻ വേണ്ടി ജമാഅത്തെ ഇസ്ലാമിയുടെ ഓഫീസിൽ പോയിട്ടുമുണ്ട്. ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന അവസാനത്തെ 1-2 ഇപ്പോൾ PM ശ്രീയുടെ കാര്യത്തിൽ ഒരു നിലപാടെടുത്തത് വളരെ പെട്ടെന്ന് തന്നെ CPI-യെ പ്രകോപിപ്പിക്കുകയും അവർ മന്ത്രിസഭായോഗം വിട്ടു നിൽക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി. അതൊരു പിഴച്ച നടപടിയായി പോയോ? മന്ത്രിസഭായോഗം വിട്ടു നിന്നിട്ടില്ല, അങ്ങനെ ഒരു പ്രശ്നമേ ഉണ്ടായിട്ടില്ല. മന്ത്രിസഭയൊക്കെ കൃത്യമായി നടന്നു പോയതാണ്, ഒരു പ്രശ്നവും അതിനകത്ത് ഉണ്ടായിട്ടില്ല. എന്നാൽ അത് വ്യത്യസ്തത CPI-ക്ക് ഉണ്ടായി. വ്യത്യസ്തത ഉണ്ടായപ്പോൾ അതിൻ്റെ മറ്റ് മെറിറ്റിലേക്ക് പോകലല്ല, മുന്നണിയുടെ കെട്ടുറപ്പാണ് പ്രധാനം. അതിനനുസരിച്ചുള്ള നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചത്. ഇപ്പോൾ പോലീസിൻ്റെ പല പ്രവർത്തനങ്ങളെക്കുറിച്ചും ഒരുപാട് വിമർശനങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇപ്പോൾ അവൾക്കൊപ്പം എന്ന നിലപാട് തന്നെയാണ് ലെഫ്റ്റ് ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ നടി പീഡന കേസിലെ ആ പെൺകുട്ടിയോടൊപ്പം തന്നെയായിരുന്നു പൂർണ്ണമായും LDF സർക്കാർ. പക്ഷേ അതുപോലെ തന്നെയാണോ ഇപ്പോൾ PT കുഞ്ഞുമുഹമ്മദിനെ പോലുള്ള ഒരാൾക്കെതിരെ ആരോപണം വന്നപ്പോൾ FIR ഇടാൻ കുറേ ലേറ്റായി? അപ്പോൾ അതുകൊണ്ട് സർക്കാരിൻ്റെ നിലപാടിൽ ഒരു രാഷ്ട്രീയ വ്യത്യാസം കാണുന്നു എന്നൊരു? ഒന്നുമില്ല. അവർ വന്ന് പരാതി തന്നു, ആ പരാതി DGP-ക്ക് കൊടുത്തു, അവരതിൻ്റെ നടപടികളിലേക്ക് കടന്നു എന്നുള്ളതാണ് വസ്തുത. അല്ല, അവർ തന്നെ പറഞ്ഞു പിന്നീട്, അതായത് വാർത്തകൾ വന്നതിന് ശേഷമാണ്. ഒന്നുമല്ല, ഒരു കാലതാമസം ഉണ്ടായില്ല. എൻ്റെ ശ്രദ്ധയിൽ വന്നതിന് ശേഷം അത് നേരെ DGP-ക്ക് കൊടുക്കുകയാണുണ്ടായത്. DGP അതുമായി ബന്ധപ്പെട്ട് നടപടികളിലേക്ക് കടന്നു എന്നുള്ളത്. ഓക്കെ. അവസാനമായി എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, CM ഇപ്പോൾ VS ഇല്ലാത്ത ആദ്യത്തെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. VS ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടാകുമായിരുന്നു എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ നഷ്ടമായി വരുന്നത്? അത് നഷ്ടങ്ങൾ ഞങ്ങൾക്ക് വലിയ വിഷമങ്ങൾ ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണല്ലോ. അതിപ്പോൾ സീതാറാം യെച്ചൂരിയുണ്ട്, VS ഉണ്ട്, കോടിയേരി ബാലകൃഷ്ണനുണ്ട്. ഇതൊക്കെ ഞങ്ങൾക്ക് വല്ലാത്ത നഷ്ടം ഉണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷേ ഞങ്ങൾ ഈ നഷ്ടങ്ങളൊക്കെ
സാധാരണ പരിഹരിച്ചു പോകുന്നത് കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ്. അപ്പോൾ ആ കൂട്ടായ പ്രവർത്തനത്തിലൂടെ അതെല്ലാം നികത്താനുള്ള ശ്രമമാണ് ഞങ്ങൾ നടത്തിപ്പോകുന്നത്. തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്നാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞത്. അതിനെക്കുറിച്ച് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പറയാം. അല്ല, അദ്ദേഹത്തോട് എന്തെങ്കിലും ഉപദേശമുണ്ടോ? അത് ഞാൻ അദ്ദേഹത്തെ നഷ്ടപ്പെടാൻ പാടില്ല. അല്ല, അത് ഞാൻ പറയാൻ വെച്ചിരിക്കുകയാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലേ പറയൂ, ഇപ്പോൾ പറയുന്നില്ല. അല്ല, ഇപ്പൊ പറഞ്ഞാൽ അത് അതിന്റെ വാല്യൂ പോകുന്നുള്ളത്. അതെ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പറയും, അപ്പോൾ പറയാം. നിങ്ങൾ ചോദിക്കാതെ തന്നെ പറയാൻ വെച്ചിരിക്കുകയാണ് ഞാൻ. അത് പറയും എന്നുള്ളത് ഉറപ്പാണ്. വളരെയധികം നന്ദി, ഞങ്ങളോടൊപ്പം. താങ്ക് യു സോ മച്ച്.